ദൈവം ഒരു മാനപാത്രത്തെ തിരഞ്ഞെടുത്താൽ അതിനെ എവിടെയെങ്കിലും ഉടച്ചു കളയേണ്ടതിന്, ഒത്തില്ലെങ്കിൽ ഹീനപാത്രമാക്കി മാറ്റേണ്ടതിന് സാത്താൻ ശ്രമിക്കും. ഉടച്ചു കളയുകയാണോ എനിക്ക് നല്ലത്? എന്നെ ഒരു മാനപാത്രമായി ദൈവം തിരഞ്ഞെടുത്തെന്നിരിക്കട്ടെ. ഉടച്ചു കളയുകയാണോ എനിക്ക് നല്ലത്, അതോ എന്നെ ഹീനപാത്രമാക്കി മാറ്റുകയാണോ എനിക്ക് നല്ലത്? എനിക്ക് തോന്നുന്നത് ഉടച്ചു കളഞ്ഞെങ്കിൽ നന്നായിരുന്നു, ഒരു ഹീനപാത്രമായി മാറാതിരുന്നാൽ. കാര്യം ഹീനപാത്രം ദോഷകരമായ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുന്നു. ഉടച്ചു കളഞ്ഞാൽ അത് ഒന്നിനും കൊള്ളുകയില്ല, അതങ്ങ് പോകുമെന്നേ ഉള്ളൂ. കുറഞ്ഞപക്ഷം എന്നെക്കൊണ്ട് ദോഷം വരത്തില്ല. സൽപ്പേരുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവേ തീർന്നു കിട്ടിയാൽ നല്ലത്. ദുഷ്പേരുണ്ടാക്കുവാൻ എനിക്കിടയാക്കരുത്. എന്നെ ഒരു മാനപാത്രമാക്കി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സാത്താൻ്റെ താല്പര്യം എന്നെ ഹീനപാത്രമാക്കി മാറ്റേണ്ടതിന്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ദിവസത്തിൽ അനന്യമായി വെളിപ്പെടേണ്ടതിന്, അവൻ്റെ ആത്മാവ് അവിടെ വരേണ്ടതിന് ഞാൻ അവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു. ജഡസംഹാരം നടന്നാൽ അവനങ്ങ് മരിച്ചാൽ അവൻ്റെ ആത്മാവ് നിത്യതയിൽ കാണും. പക്ഷേ ജഡം മലിനതയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടാൽ ആത്മാവും നാശമാകും. ഒരു മാനപാത്രമായിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഉടഞ്ഞു പോയാലും സഹിക്കാം, പക്ഷേ ഹീനപാത്രമായി മാറാൻ പാടില്ല. മാനപാത്രങ്ങളും ഹീനപാത്രങ്ങളും എന്ന ആശയത്തിൽ കുശവനും കളിമണ്ണും എന്ന ചിന്തയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കുശവന് ആ കളിമണ്ണിൽ നിന്ന് ഒരു പിണ്ണത്തെ മാനപാത്രത്തിനും വേറൊന്നിനെ ഹീനപാത്രത്തിനും ആക്കുവാൻ കഴിയും. ആശയത്തിലേക്ക് മടങ്ങി വരട്ടെ. മണ്ണിൻ്റെ മേൽ കുശവന് പൂർണ്ണമായ അധികാരമുണ്ട്. കുശവനും കുശവൻ്റെ കയ്യിലെ മണ്ണും. കുശവൻ്റെ കയ്യിലെ മണ്ണെന്ന് പറയുമ്പോൾ കറങ്ങുന്ന ചക്രത്തിന്മേലാണ് എന്ന് കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചത് ഓർമ്മയുണ്ടായിരിക്കും. കാര്യം കറങ്ങുന്ന ചക്രത്തിൽ മാത്രമേ കുശവന് ആ സാഹചര്യത്തിൽ ജോലി ചെയ്യാനൊക്കത്തുള്ളൂ. ഒരു മൺപാത്രം ഉണ്ടാക്കേണ്ടതിനൊരു ചക്രത്തിൻ്റെ നടുവിൽ മണ്ണ് വെച്ച് ചക്രം വേഗത്തിൽ കറക്കി ആ മണ്ണിൽ തൻ്റെ കൈകൾ ചലിപ്പിക്കുന്നതിന് ഒത്തവണ്ണം പാത്രങ്ങൾക്ക് രൂപം കൊള്ളുകയും ആ പാത്രങ്ങൾ പുറത്തു വരികയും ചെയ്യും. മണ്ണിൻ്റെ മേൽ കുശവൻ അധികാരമുള്ളത് കറങ്ങുന്ന ചക്രത്തിന്മേൽ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ആശയമാണ്. എനിക്ക് തോന്നുന്നു ഈ ആയുസ്സിൽ ഇതിനു മുമ്പേ ഞാൻ അത് തൊട്ടിട്ടില്ല. മണ്ണിൻ്റെ മേൽ കുശവന് പണി ചെയ്യുന്നത് കറങ്ങുന്ന ചക്രത്തിന്മേൽ മാത്രമാണ്. ആ കോണ്ടസ്റ്റിലാണ് ഞാൻ പറയുന്നത്, യെരമ്യാവിൻ്റെ പുസ്തകത്തിലെ കോണ്ടസ്റ്റിൽ. കറങ്ങുന്ന ചക്രങ്ങളിൽ ഇരിക്കുന്ന മണ്ണിനായി സ്തോത്രം. എൻ്റെ വിശ്വാസത്തിൽ ബഥേൽ ഒരു കറങ്ങുന്ന ചക്രമാണ്. ഇവിടെ നിന്ന് പാത്രങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പാത്രങ്ങൾ നന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് പാത്രങ്ങൾ കേടായിട്ടുമുണ്ട്. അത് കറങ്ങുന്ന ചക്രത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. കറങ്ങാത്ത ചക്രത്തിൽ മണ്ണിരുന്ന് ഉണങ്ങുകയല്ലാതെ യാതൊന്നും അതുകൊണ്ട് സംഭവിക്കുന്നില്ല. കറങ്ങുന്ന ചക്രം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി നടക്കുന്നതിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി എന്താ? ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചു ഉദാഹരണം എടുത്തു പറയുകയുണ്ടായി. എൻ്റെ പോക്കറ്റിൽ 1000 രൂപയുണ്ടെങ്കിൽ 1000 രൂപ കൊണ്ട് എനിക്കൊന്നും സാധിക്കാനില്ല. തിന്നാൻ കൊള്ളുകയില്ല, കുടിക്കാൻ കൊള്ളുകയില്ല, ഇതുകൊണ്ടൊന്നുമില്ല. പകരം അത് ബിസിനസ്സിലിടുകയാണെങ്കിൽ, അത് ബാങ്കിലിട്ടാൽ പലിശ കിട്ടിയെന്ന് വരാം, ബിസിനസ്സിലിട്ടാൽ ലാഭമോ നഷ്ടമോ ഉണ്ടായെന്ന് വരാം. അത് ബിസിനസ്സിലിടുകയാണെങ്കിൽ അതിനൊരു വ്യാപാരം നടക്കും. വ്യാപാരം. കൃപാവരങ്ങളെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ നീ അത് വ്യാപാരത്തിന് ഏൽപ്പിക്കാഞ്ഞത് എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ദൈവം കുറച്ച് കൃപാവരങ്ങൾ ഏൽപ്പിച്ചു, അത് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ, വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ, അത് ഒരു താലന്ത് ലഭിച്ചവൻ്റെ കയ്യിലെ ഒറ്റത്താലന്ത് പോലെ സ്ഥിരം തുടരുകയല്ലാതെ അത് വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. പാത്രം കറങ്ങുക എന്നതിൻ്റെ ഏറ്റവും താഴത്തെ അറ്റം ലഭിച്ച കൃപാവരങ്ങൾ ഉപയോഗിക്കുക. എന്നോട് ആളുകൾ ചോദിച്ചേക്കാം, ഞങ്ങളിൽ എത്ര പേർക്ക് കൃപാവരങ്ങളുണ്ട്? നമുക്ക് ഒരുമിച്ച് ചില കൃപാവരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പ്രയോജനപ്പെടുന്ന കർത്തൃദാസന്മാർ, ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന കർത്തൃദാസന്മാരെ നമ്മളിവിടെ വിളിക്കാറുണ്ട്. അവരിൽ ചിലർ എന്നോട് പറയാറുള്ള വാചകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ ബഥേലിലും അതിൻ്റെ വെളിയിലും ഒരുപോലെ അനുഭവിച്ചവർ എന്നോട് പറയാറുള്ളത്, ബഥേലിൽ പ്രയോജനപ്പെടുന്നത് പോലെ ഇതേ ആൾ വെളിയിലോട്ട് വന്നാൽ പ്രയോജനപ്പെടുന്നില്ല. എന്താ കാര്യം? ജനത്തിൻ്റെ വിശ്വാസം, ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണം, ബഥേലിനകത്തെ ആത്മീയ അന്തരീക്ഷം, ഇത് ചക്രങ്ങളെ കറക്കുമാറാക്കുന്നതാണ്. ചക്രങ്ങൾ എന്നവർക്കായി സ്തോത്രം. കണ്ണില്ലാത്തവന് സൂര്യനെ പോലും കാണത്തില്ല, അതിനകത്ത് അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സൂര്യൻ ഉദിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിനൊന്നും മനസ്സിലാകത്തില്ല. ആത്മാവിൽ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും ചർച്ചിനകത്തെ ആത്മീയ അന്തരീക്ഷം. ഇപ്രകാരം കറങ്ങുന്ന ചക്രങ്ങൾക്കായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും വർഷങ്ങളായും പറയാറുണ്ട്,
ഇൻ്റർനെറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്നവരുണ്ട്. കേവലം നമ്മുടെ മെമ്പർഷിപ്പ് ഒരു ഇലക്ട്രോണിക് മെമ്പർഷിപ്പായി മാത്രം തുടരാതെ കറങ്ങുന്ന ചക്രങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ളിടത്ത് പോകുവാനും അവിടെ ആരാധനയിൽ ഭാഗവാക്കാകുവാനും സഭയുടെ അംഗത്വം സ്വീകരിക്കുവാനും ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. കാര്യം കറങ്ങുന്ന ചക്രത്തിന്മേൽ ഇരുന്നെങ്കിൽ മാത്രമേ പാത്രങ്ങൾ പുറത്തു വരികയുള്ളൂ, പാത്രങ്ങൾ രൂപീകരിക്കപ്പെടുകയുള്ളൂ. ഓൾ റൈറ്റ്, കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമുള്ളത് പ്രവർത്തിക്കുന്നത് കറങ്ങുന്ന ചക്രങ്ങളിലാണ്. ഈ സഭയ്ക്കകത്ത് ദൈവമേ അങ്ങിറങ്ങി പ്രവർത്തിക്കണേ. രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ പ്രാർത്ഥന അതാണ്, എന്നിൽ ദൈവം പ്രവർത്തിക്കണമേ, ഞങ്ങൾ കറങ്ങുന്ന ചക്രങ്ങളായി വരട്ടെ. അതിലൊരു ചക്രത്തെ മാനപാത്രമായി മാറ്റുവാൻ, അതിലൊരു ലംബിനെ, അതിനകത്ത് കുറച്ച് കളിമണ്ണ് ലഭിച്ചാൽ അതിനെ മാനപാത്രമാക്കി മാറ്റുവാൻ കുശവൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ശില്പി ആഗ്രഹിക്കുന്നു. കുശവൻ്റെ കയ്യിലെ മണ്ണ് മാനപാത്രമാകേണ്ടതിന് പ്രീ ഡെസ്റ്റിനേറ്റഡ്, അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരാ. ഞാൻ നിങ്ങൾ മാനപാത്രമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. എന്നാൽ നമുക്കെതിരെ ഒരു ദുഷ്ടവ്യാപാരമുണ്ട്. നമുക്കെതിരെ അതിശക്തമായി പോരാടുന്ന ഒരു പോരാട്ട ശക്തിയുണ്ട്. ആ പോരാട്ട ശക്തി നമ്മെ ഹീനപാത്രമാക്കുവാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തൊട്ട ഒരു ഉദാഹരണമാണ്, വിശദീകരിച്ചില്ല, ഇന്നത് വിശദീകരിക്കാൻ പോകുകയാണ്. ഒരു ഉദാഹരണമാണ് വിശുദ്ധ പത്രോസ്. വിശുദ്ധ പത്രോസിനെയും യൂദാ ഇസ്കരിയോത്താവിനെയും രണ്ടുപേരെ രണ്ട് ക്യാരക്ടേഴ്സായി എടുത്തുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ അവരെ നിർത്തിക്കൊണ്ട് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. രണ്ടുപേർക്കും ഒരുമിച്ചൊരു തുടക്കമുണ്ടായിരുന്നു. രണ്ടുപേരും ക്രിസ്തുവിൻ്റെ തൃക്കരങ്ങളിലെ കറങ്ങുന്ന ചക്രത്തിൻ്റെ മേൽ പ്രവർത്തിച്ചവരാണ്. പത്രോസിനെ കർത്താവ് മാന്യനായി എണ്ണി അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കൊടുത്തു. മറ്റുള്ളവരിൽ നിന്ന് പ്രധാനിയായി പത്രോസിനെ കർത്താവ് കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് ചരിത്രം അറിയാവുന്നവർ പറയുന്നത് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ആളായിരുന്നു പത്രോസ്. മറ്റാർക്കും അത് പ്രായമില്ലായിരുന്നു. എന്താ ഈ 18 വയസ്സിൻ്റെ കണക്ക് പറഞ്ഞെന്ന് പറയാം. ഒരു ദിവസം കരം കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ പത്രോസിൻ്റെ അടുക്കൽ ആളുകൾ വന്ന് ചോദിച്ചു, നിൻ്റെ ഗുരു എന്താ കരം കൊടുക്കാത്തതെന്ന്. 18 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ കരം കൊടുത്താൽ മതി, 18 വയസ്സിന് താഴെയുള്ളവർക്ക് കരം കൊടുക്കണ്ട. യേശു നേരെ പറഞ്ഞു, നീ ഒരു ചൂണ്ട എടുത്തുകൊണ്ട് കടലിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. ആദ്യമേ കിട്ടുന്ന മീനിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണം ഉണ്ടായിരിക്കും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്ക്, ചുങ്കം കൊടുക്ക്. നമുക്ക് രണ്ടുപേർക്ക് ചുങ്കം കൊടുത്താൽ മതി. 18 വയസ്സിന് മേളിൽ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, ബാക്കി എല്ലാം 18 വയസ്സിന് താഴെ. മനസ്സിലായി 18ൻ്റെ കണക്ക് എവിടുന്നാണ് വരുന്നതെന്ന്? നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളൂ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ചുങ്കം കൊടുക്കേണ്ടത്, ബാക്കിയുള്ളവരെല്ലാം അതിന് താഴെയാണ്. ക്ലാസ്സിലെ മോണിറ്ററാണ് നീ, ക്ലാസ്സിൻ്റെ ഇൻചാർജാണ് നീ പ്രമാണിയാണ് എന്ന് പറഞ്ഞ് പത്രോസിനെ കൂടെ കൊണ്ടു നടന്നു. പത്രോസ് പലതിലും മാനിക്കപ്പെട്ട ഒരാളാണ്. നമ്മുടെ പ്രായം, നമുക്ക് നല്ല പ്രായം ദൈവം തരട്ടെ, അത് മാന്യമായി കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കട്ടെ. പത്രോസിൻ്റെ പ്രായം അവിടെ പ്രയോജനപ്പെട്ടു. വലിയ പ്രായമില്ലായിരുന്നേ, 18ന് മേളിലായിരുന്നു, ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെ ദൈവം ഉയർത്തി, അദ്ദേഹത്തെ ദൈവം വലിയവനാക്കി, അദ്ദേഹത്തെ ദൈവം മാനിച്ചു. പലതിൻ്റെയും ചുമതല പത്രോസിനെ ഏൽപ്പിച്ചു. ഇതുപോലെയല്ലായിരുന്നു യൂദായുടെ പ്രായത്തെക്കുറിച്ച് പറയുവാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു കണക്കും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ യൂദായെയും ദൈവം വളരെ മാനിച്ചു. യൂദായുടെ കയ്യിൽ പണസഞ്ചി കൊടുത്തു. അല്പസ്വല്പമൊക്കെ അവൻ അതിനകത്തുനിന്ന് കള്ളത്തരം കാണിച്ചിട്ട് പോലും പരസ്യമായി പിടിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ, ചിലരെയൊക്കെ മാനിച്ചിട്ടാണ് പരസ്യമായി പിടിക്കാത്തത്. എന്നെ ഏതെല്ലാം രംഗങ്ങളിൽ പിടിക്കപ്പെടാമായിരുന്നു, കർത്താവ് എന്നെ പിടിക്കാതെ കൊണ്ടുപോയത് എന്നെ മാനിച്ചിട്ടാണ്. ഞാൻ ആ ആശയത്തിലാണ് പറഞ്ഞത്. ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിന് എന്നെ എക്സ്പോസ് ചെയ്യാമായിരുന്നു, എന്നെ എക്സ്പോസ് ചെയ്യാതെ കൊണ്ട് നടക്കുന്നത് എന്നെ മാനിച്ചിട്ടാണ്. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എന്നെ പലതിനും എക്സ്പോസ് ചെയ്താൽ പിന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് നമ്മിൽ പലരുടെയും കാര്യം. എക്സ്പോസ് ചെയ്യാതെ നീ തൻ്റെ പണസഞ്ചിയിൽ ഇട്ടതെടുത്ത് ദുർവിനിയോഗം ചെയ്തവനല്ലേ? ഖജനാവ് കൈകാര്യം ചെയ്യാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ വേണ്ടാത്തതുപോലെ ചെലവാക്കിയവനല്ലേ എന്നൊക്കെ ചോദിക്കാതെ അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടന്ന് പിന്നെയും പണസഞ്ചി അവൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കാനുള്ള കാര്യം അവനെ മാന്യനായി എണ്ണിയതുകൊണ്ട് രണ്ട് വ്യക്തികൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മാന്യരായി. യോഹന്നാനൊരു മാന്യത ഉണ്ടായിരുന്നു, യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്ന. മാത്രവുമല്ല, യോഹന്നാനെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ റിലേറ്റീവും കൂടെ ആയിരുന്നു. യേശുവിൻ്റെ അമ്മയുടെ കസിൻ്റെ മകനായിരുന്നു യോഹന്നാൻ, റിലേറ്റീവും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് മരണസമയത്ത് യേശുവിൻ്റെ അമ്മയുടെ ചുമതല യോഹന്നാനെ ഏൽപ്പിച്ചത്. യോഹന്നാന് മാന്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ മാന്യന്മാരായിരുന്നു. ഈ മാന്യന്മാരിൽ രണ്ട് വ്യക്തികളെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പത്രോസും, രണ്ടാമത്തേത് ഇസ്കരിയോത്ത യൂദായും. ഈ രണ്ട് വ്യക്തികളിൽ ഒരുവൻ ആദ്യമേ തെറ്റി. ആദ്യമേ തെറ്റി. യൂദായിക്ക് എങ്ങനെയും 4 കാശുണ്ടാക്കണമെന്നുള്ളതായിരുന്നു ചിന്ത. അതിന് ഉടയവനെ ഒറ്റിയാലും 4 കാശുണ്ടാക്കണം.
ഉടയവനെ ഒറ്റുക എന്ന ആശയത്തിൽ, അതവൻ്റെ സ്വഭാവദോഷമാണ്. ഉടയവനെ ഒറ്റുക എന്ന ആശയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്നോ യഹൂദനെ കൊണ്ടോ റോമാ ഗവൺമെൻറ്റിനെ കൊണ്ടോ യേശുവിനെ പിടിച്ചൊതുക്കാൻ കഴിയുമെന്നോ യൂദ കരുതിയതായി തെളിയിക്കുവാൻ യാതൊരു തെളിവുമില്ല. ഞാൻ വേണ്ട മഹാപുരോഹിതന്മാർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കും. അവന്മാർ വന്നാലൊന്ന് യേശുവിനെ പിടികിട്ടുകയില്ല, 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലിരിക്കും, അവന്മാർ വന്ന വഴിയെ പൊക്കോളും, എൻ്റെ ദൈവം വലിയവനാണ്, പിടികിട്ടത്തില്ലെന്നുള്ള ചിന്തയിലാണ് ഈ പുള്ളിക്കാരൻ വിൽക്കാൻ പോയത്. പിടിപെടുമെന്നൊരാശയത്തിലല്ല, യേശു പിടിപെടുമെന്നൊരാശയത്തിലല്ല ഇവൻ ഒറ്റാൻ പോയത്. രണ്ടായാലും 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റി. യേശുവിനെ ഒറ്റിയ ശേഷം അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാപബോധം വന്നു. അവനെ മരണത്തിന് കുലയ്ക്ക് വിധിച്ചു എന്ന് ബോധ്യമായി. യേശുവിൻ്റെ ശരീരത്ത് അടികൊള്ളുന്നത് യൂദ കണ്ടു. ഇവനെ മരണത്തിന് വേണ്ടി വിധിക്കും എന്ന് മനസ്സിലായി, ശിക്ഷയ്ക്ക് വിധിക്കും എന്ന് മനസ്സിലായി. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവൻ അനുതപിച്ചു എന്ന പദത്തിലേക്ക് ഞാൻ വരട്ടെ. അതൊരു നല്ല ഗുണമാണ്, ഒരു സൽഗുണമാണ്. അവൻ അനുതപിച്ചു. നമ്മിൽ പലരും അനുതപിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കാനൊക്കെ പറയത്തേ ഉള്ളൂ. പാസ്റ്റർ വി എ തോമസ് പണ്ടൊരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വെട്ടിത്തുറന്നൊരു കുമ്പസാരം പലരുടെ കയ്യിൽ നിന്നും ഉണ്ടാകാറില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടാതെയും ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് വിടുക, അല്ലാതെ നേരെ ചൊവ്വയൊന്നും ആരും കുറ്റങ്ങളൊന്നും ഏറ്റു പറയാറില്ല. യൂദ അങ്ങനൊന്നും അല്ല ചെയ്തത്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു. വളരെ ക്ലീനായി താൻ അനുതപിച്ചു. തൻ്റെ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധം വന്നു. പരസ്യമായി യൂദ ഏറ്റു പറഞ്ഞു. 2, നമ്മിൽ പലരും കുറ്റം ഏറ്റു പറഞ്ഞാലും പ്രായശ്ചിത്തം ചെയ്യാറില്ല. വേദപുസ്തകത്തിൻ്റെ പ്രമാണം കുറ്റം ഏറ്റു പറയുന്നത് മാത്രമല്ല, പ്രായശ്ചിത്തം ചെയ്യണം. അവൻ പ്രായശ്ചിത്തം ചെയ്തു. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 30 വെള്ളിക്കാശ് തേണ്ട, ഞാൻ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതങ്ങ് പോക്കറ്റിലിട്ടേച്ച് നിങ്ങൾ ക്ഷമിച്ചേക്കാൻ പറഞ്ഞാൽ യാതൊരു കാര്യവുമില്ല. തേണ്ട, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റം ചെയ്തവൻ അനുതപിക്കുമ്പോൾ ആ തെറ്റായി ചെയ്തത് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, തെറ്റായി വാങ്ങിയത് തിരിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. തേണ്ട, സക്കായിയുടെ ചരിത്രത്തിലോട്ട് ഇറങ്ങിപ്പോയാൽ സക്കായിയും യേശുവും കൂടെ കണ്ടുമുട്ടി. ഓർക്കുന്നുണ്ടല്ലോ, എരിഹോവിലേക്കുള്ള വഴിയിലൂടെ യേശു യാത്ര ചെയ്യുമ്പോൾ കാട്ടത്തിയുടെ മുകളിലിരുന്ന് യേശുവിനെ കാണുവാൻ ശ്രമിച്ച മിസ്റ്റർ സക്കായി. ആ സക്കായിയുടെ കാര്യമാണ് ഞാൻ തൊടുന്നത്. സക്കായിക്ക് പാപബോധമുണ്ടായി. യേശുവിനെ കണ്ടു. പാപബോധം ഉണ്ടായപ്പോൾ പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് മുഴുവനും 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം. ചതിവായി വാങ്ങിയതൊക്കെയും 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം. എന്താ ഈ 4 ഇരട്ടിയുടെ കണക്ക്? പഴയ നിയമം പഠിച്ചു വരുമ്പോൾ ചതിച്ചതും വഞ്ചിച്ചതും അനാവശ്യമായി അനധികൃതമായി പിടിച്ചെടുത്തതുമായത് മോഷ്ടിച്ചത് ഉൾപ്പെടെ 4 മടങ്ങ് തിരിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ആടിൻ്റെ കാര്യത്തിൽ. കാളെ മോഷ്ടിക്കുക, അതിൽ 5 ഇരട്ടി തിരിച്ചു കൊടുക്കണം. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ആടും കാളയും ഒക്കെ വേറെ വിഷയങ്ങളാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 2 ആയാലും പല മടങ്ങ് തിരിച്ചു കൊടുത്തേ മതിയാകൂ. യൂദ പറഞ്ഞു, ഞാൻ ആകെപ്പാടെ വാങ്ങിച്ചത് 30 വെള്ളിക്കാശാണ്. ആ 30 വെള്ളിക്കാശ് തേണ്ടേ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. യഥാർത്ഥ മാനസാന്തരം. ഇതങ്ങ് വാങ്ങിച്ചാലും. അന്നേരം മഹാപുരോഹിതൻ പറഞ്ഞു, ഇല്ല, നിന്നെ തിരിച്ചു വാങ്ങിക്കത്തില്ല. ഞാനാണെ വലിയ കാര്യമെന്ന് പറഞ്ഞ് പോക്കറ്റിലിട്ടേനെ തിരിച്ചു കൊടുത്തിട്ടും വാങ്ങിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ കുറ്റമല്ലല്ലോ. പക്ഷെ അവൻ അതെടുത്ത് മന്ദിരത്തിൽ എറിഞ്ഞേച്ച് പറഞ്ഞു, എനിക്ക് അനാവശ്യമായി ഇത് വേണ്ട, നീ തിരിച്ചു വാങ്ങിക്കുന്നില്ലെങ്കിൽ വേണ്ട മന്ദിരത്തിൽ കിടക്കട്ടെ. അതുകൊണ്ടാണ് കുശവൻ്റെ നിലം വാങ്ങുവാൻ അക്കൽഡാമ എന്നൊരു പദം ബൈബിളിൽ ഉണ്ടായത്. അക്കൽഡാമ എന്നൊരു പദം അത് കൊടുത്ത് പരദേശികളെ കുഴിച്ചിടേണ്ടതിന് കുശവൻ്റെ നിലം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അക്കൽഡാമയിലേക്ക് ഇന്ന് പോകുന്നില്ല. ആ ഒരു പദം വരെ തിരുവചനത്തിൽ ഉണ്ടായത് യൂദായുടെ അനുതാപത്തെ തുടർന്നാണ്. ആ സ്ഥലത്തിന് അവർ കൊടുത്ത പേരാണ് അക്കൽഡാമ. പൂർണ്ണമായി അനുതപിച്ചു. എന്നിട്ടും അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. അവനെക്കുറിച്ച് ആ നാശയോഗ്യൻ എന്ന പദം തിരുവചനത്തിൽ കാണുന്നു. നന്നാകാൻ പറ്റിയില്ല. അവൻ്റെ പോക്ക് നേരെ മഹാപുരോഹിതൻ്റെ അടുക്കലോട്ടായിരുന്നു. പാപം ഏറ്റുപറയാൻ പുരോഹിതൻ്റെ അടുക്കൽ പോയതിൽ ഒരുത്തനും നന്നായതായി ബൈബിളിൽ ചരിത്രമില്ല. ഞാൻ അതും കൂടെ എടുത്തു പറയാം. പാപം ഏറ്റുപറയുവാൻ പുരോഹിതൻ്റെ അടുക്കൽ പോയതിൽ ഒരുത്തനും നന്നായതായി ബൈബിളിൽ ചരിത്രമില്ല. ഉത്തമ ഉദാഹരണമാണ് യൂദ. അദ്ദേഹത്തെ കിളത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നേരിട്ട് മഹാപുരോഹിതനെ കണ്ടു, പാപം ഏറ്റുപറഞ്ഞു, അനുതപിച്ചു, കൊണ്ടുവന്ന കാശ് തിരിച്ചു കൊടുത്തു, വാങ്ങിക്കാതെ വന്നപ്പോൾ ദേവാലയത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇതെല്ലാമായിട്ടും അവൻ ശരിയായില്ല. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. അവൻ ഒരു ഹീനപാത്രമായി. ലോകത്തിൽ ചരിത്രം ഉള്ളിടത്തോളം കാലം, തിരുവചനം വിശ്വസിക്കുന്നവർ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവനൊരു ഹീനപാത്രമായി, നീചപാത്രമായി ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഹേ യൂദായെ, അങ്ങയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, മാനിക്കുവാൻ ദൈവം തീരുമാനിച്ച് നിനക്കൊരു നല്ല പോസ്റ്റ് വരെ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ തന്നിട്ട്
ഞാൻ 1-2 ആശയം കൂടെ തൊടാം. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ 12 ശിഷ്യന്മാരും ഓരോ കാലിക്കൊട്ടകൾ കൊണ്ടുവന്നു. ആ കാലിക്കൊട്ടയിലേക്ക് യേശു അപ്പം ഇട്ടുകൊടുത്തു. ആ കാലിക്കൊട്ടകളിൽ അപ്പം വർദ്ധിച്ചു. യൂദായുടെ കൊട്ടയിലും യേശു അപ്പം ഇട്ടു. യേശുവിനോടുകൂടെ അപ്പം വർദ്ധിപ്പിച്ച ശുശ്രൂഷയിൽ പങ്കെടുത്തതിൽ ഒരാളാണ് യൂദ. യേശു പച്ചവെള്ളത്തിൻ്റെ മേൽ നടന്നു വരുന്നത് കണ്ട ആളുകളിൽ ഒരാളാണ് യൂദ. യേശുവിൻ്റെ എല്ലാ ശുശ്രൂഷയിലും ആദ്യം മുതൽ അവസാനം വരെ സഹകരിച്ച ഒരാളാണ് യൂദ. എല്ലാം മാത്രമാക്കുവാൻ വരുന്നവനായ ഒരു പിശാചിൻ്റെ ശക്തി കാണാം. എന്നെയും നിങ്ങളെയും അവൻ പിന്തുടരും. അതാകാതിരിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. തെറ്റായ അനുതാപം കൊണ്ട് അർത്ഥമില്ല. സമയം തെറ്റിയ അനുതാപം കൊണ്ട് അർത്ഥമില്ല. സമയം തെറ്റി അനുദപിച്ചവരെക്കുറിച്ച് ഞാൻ ഇനിയും ഒന്ന് തൊട്ടോട്ടെ. എന്തൊക്കെ പറയാനൊക്കെ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം തെറ്റി അനുദപിച്ചവരിൽ ഒരാൾ ആഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാം. ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ദൈവം പറഞ്ഞിരുന്നു, ആ പട്ടണത്തിൽ നിന്ന്, നിങ്ങൾ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ പോകുന്ന ആ പട്ടണത്തിൽ നിന്ന് സകലതിനെയും ശപഥാർപ്പിത വസ്തുവായി കണ്ട് അതിനെ മുഴുവനും നിങ്ങൾ നശിപ്പിച്ച് കളയണം. ഒന്നും നിങ്ങൾക്ക് വേണ്ടി എടുക്കരുത്. ശാപം കിട്ടിയതൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് ശപഥാർപ്പിത വസ്തുവാണ്. അതിനെ മുഴുവനും നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നശിപ്പിക്കണം. പക്ഷേ ആഖാൻ ആകപ്പാടെ പോയപ്പോൾ അവൻ്റെ കോമൺ സെൻസ് ഒന്ന് വർക്ക് ചെയ്തു. അവൻ പറഞ്ഞു, എനിക്ക് അവിടുന്ന് കുറച്ച് ബാബിലോന്യ വസ്ത്രങ്ങൾ കിട്ടി. ബാബിലോന്യ വസ്ത്രം എന്ന് പറഞ്ഞാൽ അക്കാലത്തുള്ളതിലെ ഏറ്റവും നല്ല വസ്ത്രമായിരുന്നു ബാബിലോന്യ വസ്ത്രം. ഏറ്റവും നല്ല വസ്ത്രം, വിലപ്പിടിപ്പുള്ളത്. 2, അവിടുന്ന് കുറേ പൊൻകട്ട കിട്ടി. 3, കുറേ വെള്ളിയുടെ കട്ട കിട്ടി. വെള്ളിക്കട്ടയും പൊൻകട്ടയും ബാബിലോന്യ വസ്ത്രവും ചുട്ടുകളയുന്നതിനേക്കാൾ, നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ ഞാൻ എൻ്റെ പേർക്ക് എടുത്തത് കൊണ്ട് ഏത് ദൈവത്തിന് എന്നെ തകരാറാ? ഇതൊക്കെ ചുമ്മാതുവാരുണ്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. എനിക്ക് എന്നെ കോമൺ സെൻസ് ഇല്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അല്ലെ ദൈവത്തിൻ്റെ വാക്കുകൾ അവിടെ കിടക്കട്ടെ, ഞാനിതെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവനെ എടുത്തു. ആഖാൻ എന്ന് പറയുന്നവൻ. അടുത്ത ദിവസം ഇസ്രായേൽ യുദ്ധത്തിൽ ടെറിബിളി പരാജയപ്പെട്ടു. പരാജയത്തിന് മീതെ പരാജയമായി വന്നതോടുകൂടെ അവർ ചീട്ടിട്ടു. കാരണം എന്താണെന്ന് അറിയുവാൻ. ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ? ദൈവം പറഞ്ഞു, പാപം ചെയ്തു, ഇസ്രായേൽ പാപം ചെയ്തു. ആരാണ് പാപം ചെയ്തതെന്ന് അറിയേണ്ടതിന് വേണ്ടി ചീട്ടിട്ടു. ആഖാന് ചീട്ട് വീണു. ആഖാനെ പിടിച്ചു, മുൻപിലേക്ക് കൊണ്ടുവന്നു. യോശുവ ഒരു ചോദ്യം ചോദിച്ചു, മോനെ പറയടാ. എന്നെ സ്വീറ്റ് പദങ്ങൾ ഉപയോഗിച്ചെന്നറിയാം. മോനെ, സ്വീറ്റായ ലാംഗ്വേജ്. മോനെ പറയടാ, എന്തോ ചെയ്തു? അവനെ മനസ്സങ്ങ് വെട്ടിത്തുറന്ന് കുമ്പസാരിച്ചു. മുമ്പിലത്തെ ഭാഷയിൽ, എൻ്റെ വാക്കല്ലത് വി. തോമസ് സാറിൻ്റെ ഭാഷയാണ്. വെട്ടിത്തുറന്ന് കുമ്പസാരിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് കൾപ്രിറ്റ്. ഞാൻ ബാബിലോന്യ വസ്ത്രവും വെള്ളിയും പൊന്നും കണ്ട് മോഹിച്ചു. എൻ്റെ അകത്ത് മോഹമെന്ന് പറയുന്ന ഒരു പ്രശ്നം കിടപ്പുണ്ടായിരുന്നു. അതിഞ്ഞ് പൂത്തുവിരിഞ്ഞു. എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ മോഹത്തിന് ചൂടുപിടിപ്പിക്കുകയായിരുന്നു പിശാച് ചെയ്തത്. ഞാൻ മോഹിച്ചു, അതെടുത്തു. എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ക്ലിയറായിട്ട് ആരാ പറയുന്നേ? എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട്. വെള്ളി പൊന്നടിയിലാണ്, വെള്ളി അതിൻ്റെ മേളിലാണ്, പിന്നെ ബാബിലോന്യ വസ്ത്രവും ഉണ്ട്. തേണ്ടെന്ന് പറഞ്ഞു. മുഴുവൻ മാന്തി ഇഞ്ഞെടുത്തു. എടുത്തേച്ച് പറഞ്ഞു, മോനെ, വീണ്ടും ആ വിളിക്കൊരു കുഴപ്പമില്ല. നീ എന്തിനടാ ഞങ്ങളെ വഞ്ചിച്ചത്? അതുകൊണ്ട് പിടിച്ചോളാൻ പറഞ്ഞു. ജനം ചേർന്നവനെ കല്ലെറിഞ്ഞു കൊന്നു. തേണ്ട ഒരു ഹീനപാത്രമായി മാറി. ആഖാൻ ഹീനപാത്രമായതിൻ്റെ കാരണം അനുദപിക്കാഞ്ഞതല്ല, മോഷ്ടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ സമയം തെറ്റിയ അനുതാപമായിരുന്നു. യൂദ അനുദപിച്ചു, ഇടം തെറ്റിയ അനുതാപമായിരുന്നു. യൂദയുടെ പെസഹ് ഇടം തെറ്റിയ അനുവാദമായിരുന്നു. മഹാപുരോഹിതൻ്റെ അടുക്കലായിരുന്നില്ല അനുദപിക്കേണ്ടത്, യേശുവിൻ്റെ അടുക്കലായിരുന്നു. ആഖാൻ സമയം തെറ്റി, യൂദ ഇടം തെറ്റി അനുദപിച്ചു. 2 അനുതാപങ്ങളും പ്രയോജനപ്പെട്ടില്ല. 2 പേരും ഹീനപാത്രങ്ങളായി മാറി. ഞാൻ ഇതിന് ബദലായി തിരുവചനത്തിൽ നിന്ന് വേറെ ഒരു വ്യക്തിയെ കൂടെ എടുത്തോട്ടെ. തോമസ് അപ്പോസ്തലനാണ് ഇന്ത്യയിൽ സുവിശേഷം പറഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തോമസ് അപ്പോസ്തലൻ ഒരു വലിയ തെറ്റ് ചെയ്തു. യേശുവിനെ അവിശ്വസിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. യേശുവിനാണെങ്കിൽ തന്നെ അവിശ്വസിക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ദൈവം ഏറ്റവും 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 വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് യേശുവിനെ അവിശ്വസിക്കുക. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ നിങ്ങളെ എനിക്ക് സഹിക്കാൻ പ്രയാസമാണ് എന്ന് യേശു പറഞ്ഞു.
കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. നിനക്കോ കണ്ടിട്ടും വിശ്വസിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവിശ്വാസത്തെ യേശു ശാസിച്ചു. ഞാനിവിടെ തൊട്ടിട്ടുണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരു കുരുടനെ കൊണ്ടുവന്നു. ആ കുരുടനെ കൊണ്ടുവന്നു. യേശു കൂടുതൽ ആളുകളെ അവിടെ സൗഖ്യമാക്കിയില്ല. പക്ഷേ ഈ കുരുടനെ സൗഖ്യമാക്കണം എന്ന ആളുകൾ തൻ്റെ ശിഷ്യന്മാർ നിർബന്ധിച്ചതുകൊണ്ട് ആ കുരുടനെ സൗഖ്യമാക്കുവാൻ യേശു തീരുമാനിച്ചു. അവനെ വലിച്ച് ഊരിൻ്റെ വെളിയിൽ കൊണ്ടുപോയി. യേശുവിനെ അവിശ്വസിച്ച ഊരായത്. യേശുവിനെ അവിശ്വസിച്ചവൻ്റെ പട്ടണമാണ്. ആ പട്ടണത്തിനകത്ത് വെച്ചൊരു രോഗശാന്തി പോലും നടത്താതെ അവനെ വലിച്ച് അവനെ സൗഖ്യമാക്കാൻ പെട്ട പാട്. സാധാരണഗതിയിൽ ഒരുത്തനോട് സൗഖ്യമാകാൻ പറഞ്ഞാൽ അപ്പോഴേ അത് നടക്കും. ഇതുകൊണ്ട് ഇവനെ സൗഖ്യമാക്കാൻ കാര്യം ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിശ്വസിക്കുന്നവൻ്റെ ഊരിൽ നിന്നാണ്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് കാണാമോ? കാണാം. എങ്ങനെ കാണാം? മനുഷ്യനെ എല്ലാം മരം പോലെ കാണുന്നേ പറ. അവിശ്വാസിയുടെ ഇടയിൽ നിന്ന് വന്നു കഴിഞ്ഞാലത്തെ പെശ കാണുന്നത് ഞാൻ മനുഷ്യനെ കാണുന്നതെല്ലാം മരം പോലെയാണ് ഇരിക്കുന്നത്. യേശു അവൻ്റെ കണ്ണിൽ തുപ്പി. ഈ അവിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വരുന്നവനോട് യേശു കാണിക്കുന്ന പ്രതികരണങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞ ശേഷം അവൻ സൗഖ്യമായി. തൻ്റെ അവനോട് പറയുന്ന അടുത്ത പദം, ഊരിൽ കയറിയേക്കരുത്. നീ സൗഖ്യമായി, നിൻ്റെ ഊരിൽ നിന്ന് നിന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ടാണ് നിന്നെ സൗഖ്യമാക്കിയത്. ഊരിൽ തിരിച്ചു പോകരുത്. കാര്യം അവിശ്വസിക്കുന്നവരോട് അതുപോലെ വിരോധമായ യേശുവിന്. തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ വിരലുകൾ യേശുവിൻ്റെ കയ്യിലെ ആണിപ്പാടിലിടാതെ, എൻ്റെ കയ്യ് യേശുവിൻ്റെ മാർവിൽ ഇടാതെ, ആ കുത്തിത്തുളച്ച പാടിനകത്ത് കയറ്റാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ആ തോമസിനെ യേശു കണ്ടു. ആ തോമസിന് ഒരു അവസരം കൂടെ കൊടുക്കാൻ തീരുമാനിച്ച. കാര്യം ദൈവത്തിന് വേണ്ടത് മാനപാത്രമാണ്. എങ്ങനെയും തോമസിനെ ഒരു മാനപാത്രമാക്കണം, എങ്ങനെയും തോമസിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഇതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മിൽ പലരും ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമ്മെ മാനപാത്രമാക്കുവാൻ വേണ്ടി ദൈവം തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തോമസ് യേശുവിനോട് നേരിട്ട് തൻ്റെ കുറ്റമേറ്റു പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, എനിക്കെൻ്റെ ആണ്. ഇന്ന് പകൽ യേശുവിൻ്റെ പാദത്തിലേക്ക് അടുത്തു വന്ന് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ളത് ചെയ്ത് നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുമെങ്കിൽ മാനപാത്രമാകുവാൻ തിരഞ്ഞെടുത്തവനെ മാനപാത്രമാക്കി ബിൽഡ് ചെയ്യുന്ന ദൈവകരങ്ങളിൽ തന്നെയാണ് നാം. ഹീനപാത്രമാക്കുവാൻ വേറൊരു ശക്തിയുണ്ട്. അത് പ്രബലമല്ലാതെ മാറും. എനിക്ക് തോന്നുന്നത് ഒരാശയം ഒരിടത്ത് ഞാൻ ഏറെക്കുറെ വ്യക്തമാക്കി, ഒരിടത്ത് കുറേ വ്യക്തമാക്കി. ഞാൻ പത്രോസിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. പത്രോസ് യേശു ഒരുപാട് ഉയർത്തിയ ആളുകളിൽ ഒരാളാണ് പത്രോസ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ആരെങ്കിലും വായിക്കാൻ റെഡിയാണെങ്കിൽ ദയവായിട്ടൊന്ന് വായിച്ചു വെച്ചാട്ടെ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പത്രോസായിരുന്നു തൻ്റെ 12 ശിഷ്യന്മാരിൽ സീനിയർ. പത്രോസായിരുന്നു 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവൻ. പത്രോസായിരുന്നു ലീഗലി എന്തെങ്കിലും ചെയ്യുവാൻ തക്ക പ്രായത്തിലും പക്വതയിലും എത്തിയവൻ. പത്രോസായിരുന്നു ക്ലാസിൻ്റെ മോണിറ്റർ. ആ പത്രോസിനെ വിളിച്ചേച്ച് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരികയാണ്. കാരണം പത്രോസേ, അങ്ങയ്ക്കൊരു വെളിപ്പാട് ലഭിച്ചവനാണ്. ആ വെളിപ്പാടിൻ്റെ മേലാണ് എനിക്കൊരു സഭയെ പണിയാനുള്ളത്. ഞാനൊരല്പം കൂടെ പുറകിലോട്ട് ഇറങ്ങിക്കോട്ടെ. കർത്താവ് യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് ആരെന്ന് പറയുന്നു? വളരെ ഗൗരവമുള്ള ആശയങ്ങളാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പെറുക്കിയെടുത്ത നല്ല മണികൾ തന്നെ നമ്മുടെ മുമ്പിൽ നിരത്തുകയാണ്. ജനങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് ആരെന്ന് പറയുന്നു? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഞാൻ പണ്ടൊരിക്കലും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പറഞ്ഞൊരു ഉദാഹരണം ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ബാച്ചിലേഴ്സായിരുന്ന കാലം, ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്ന കാലം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചനുണ്ടായിരുന്നു. അവൻ രാവിലെ എഴുന്നേറ്റ്, കൊച്ചനെന്നെ അന്ന് ഞാനും കൊച്ചനാ, രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി വെളുത്ത നിറമൊക്കെ ഉണ്ട്. അവന് നന്നായി ഷേവ് ചെയ്ത് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് ഒരു നല്ല ഡ്രസ്സും ഒക്കെ ഇട്ടേച്ച് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇച്ചിരി നേരം നിൽക്കും. നിന്നേച്ച് തിരിച്ചൊരു ചോദ്യം, എന്നെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? ഒരുത്തൻ പറഞ്ഞ് നിനക്ക് 5000 രൂപ കിട്ടും സ്ത്രീധനം, വേറൊരുത്തൻ പറഞ്ഞ് 7000 കിട്ടും. അത്രയത്തിനൊക്കെ ആളുകൾ വിധിച്ചു, നീ ഇത്രയൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം ചോദിക്കും, എന്നെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? പിന്നെ വേറൊരാളിനെ കാണിച്ച് ചോദിക്കും, അവനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? അപ്പോൾ എന്നെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരു പ്രവണതയാണ്. അത് ഒരു മാന്യനായ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല.
ഒരു മാന്യനായ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ അസസ് ചെയ്താൽ മതി, വേറെ ആരോടും ചോദിക്കണ്ട. തേണ്ട നസ്രയനാകുന്ന യേശു ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്നാ പറയുന്നത്? യേശു അതെന്താ അങ്ങനെ ചോദിച്ചേ? പറയാം മോനെ, ഞാൻ ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ അവൻ എന്നെക്കുറിച്ച് എന്താ അറിഞ്ഞു അതിനനുസരിച്ചേ ഉള്ളൂ. നാളെ നമ്മളിവിടെ വെച്ച് ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. യേശുവിനെക്കുറിച്ച് നാം എന്തറിഞ്ഞിരിക്കുന്നു, എന്ത് മനസ്സിലാക്കി, അതിനനുസരിച്ച് മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. യേശു ആരാണ് എന്ന് നാം അറിഞ്ഞു, അത്രയത്തിന് നമ്മെ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. പണ്ടൊക്കെ രോഗശാന്തികൾ ഉണ്ടായിരുന്നു, യേശു ചെയ്തിരുന്നു. ഇക്കാലത്ത് ദൈവം ഒന്നും ചെയ്യാറില്ല, ദൈവം ഉറങ്ങിപ്പോയി. ഗോഡ് ഡെത്ത് തിയോളജി എന്ന് പറയുന്നൊരു തിയോളജി ഉണ്ട്. ദൈവം ഉണ്ടായിരുന്നു, പണ്ട് ദൈവം ഉണ്ടായിരുന്നു, അന്ന് ഈ സൃഷ്ടിയെല്ലാം നടത്തി, അന്ന് കാര്യങ്ങളെല്ലാം ചൊവ്വ ചെയ്ത് പുള്ളി ചത്തുപോയി. ദൈവം ചത്തു, സൃഷ്ടികൾ സ്വതന്ത്രമായി. ഇന്ന് ദൈവമില്ല, ഗോഡ് ഡെത്ത് തിയോളജി. കാര്യം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും കണ്ടേനെ, കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ആശയങ്ങൾ പറയുന്ന പലരും ഉണ്ട്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് മനസ്സിലായി, അതറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. ജനങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അവർ പറഞ്ഞു, ചിലർ അങ്ങയെക്കുറിച്ച് ഏലിയാവെന്ന് പറയുന്നു, വേറെ ചിലർ അങ്ങയെ യെരമ്യാവെന്ന് പറയുന്നു, ഇനിയും ചിലർ ആ പ്രവാചകന്മാരിൽ ആരോ ഒരാൾ എഴുന്നേറ്റ് വന്നതാണെന്ന് പറയുന്നു. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. ഇങ്ങനെ ഈ ചോദ്യമൊക്കെ ചോദിച്ചു. ആ യെരുശലേം കാണാൻ പോകാൻ ഒരവസരം എനിക്ക് ലഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാവൽ ഗൈഡ്, ഞങ്ങളെയും കൊണ്ട് പോയ ആൾ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഈ സ്ഥാനത്ത് ഞങ്ങളെ കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞത്, ഇവിടെ വെച്ചാണ് യേശു ചോദിക്കുന്നത്, ജനങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് ആരെന്ന് പറയുന്നു. ഒരു കൂട്ടരുടെ മറുപടി യെരമ്യാവാണെന്ന് പറയുന്നു. എന്താ കാര്യമെന്നറിയാമോ? അവിടെ നിന്ന് ഒരു വശത്തോട്ട് നോക്കിയാൽ യെരമ്യാവിൻ്റെ കല്ലറ കാണാം. ആ കിടക്കുന്ന യെരമ്യാവാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. നേരെ മറുവശത്തോട്ട് നോക്കിയാൽ, ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് ഒരു സൈഡിലോട്ട് നോക്കിയാൽ യെരമ്യാവിൻ്റെ കല്ലറ കാണാം. വേറൊരു സൈഡിലോട്ട് നോക്കിയാൽ ഏലിയാവ് സ്വർഗാരോഹണം ചെയ്ത തന്നെ കൊണ്ടുപോയ മല കാണാം. ചിലർ പറയുന്നത് അങ്ങ് യെരമ്യാവാണെന്നാ, വേറെ ചിലർ പറയുന്നത് അങ്ങ് ഏലിയാവാണെന്നാ. അങ്ങ് യെരമ്യാവിനെ പോലൊരു പ്രവാചകനാണെന്നും അങ്ങ് ഏലിയാവിനെ പോലൊരു പ്രവാചകനാണെന്നും പറയുന്നവരുണ്ട്. പിന്നെ വട്ടത്തിൽ പ്രവാചകന്മാരുടെ കല്ലറകൾ ഒരുപാടുണ്ട്. ഈ കിടക്കുന്നതിൽ ആരെങ്കിലും ഒരുത്തനെ പോലെയാണ് അങ്ങെന്ന് പറയുന്നവരുണ്ട്. യേശു അടുത്ത ചോദ്യം ചോദിച്ചു ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? പത്രോസ് ചാടിക്കേറി മറുപടി പറഞ്ഞു. ക്ലാസിൻ്റെ മോണിറ്ററാണ് അദ്ദേഹം ആ മറുപടി പറയേണ്ടത്. പത്രോസ് ചാടിക്കേറി മറുപടി പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശുവിൻ്റെ മറുപടി, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തുകൊണ്ടോ അടിസ്ഥാന ഉപദേശങ്ങളിൽ ചിലയിടത്തൂടെയൊക്കെ ഇന്ന് പോവുക. നീ പത്രോസ് ആകുന്നു. പത്രോസ് എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെട്ര എന്ന വാക്കാണ്. കല്ലിൻ്റെ കഷണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കൽക്കഷണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കല്ല് തല്ലിപ്പൊട്ടിച്ച്, പാറകൾ തല്ലിപ്പൊട്ടിച്ച് നമ്മുടെ ഇവിടെയൊക്കെ കിടക്കാറുണ്ട്. അതിലെ ഒരു പീസാണ് പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അത് നീ ഒരു കൽക്കഷണമാണ്, നീ ഒരു പത്രോസാണ്. പക്ഷേ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ മേൽ അല്ല സഭ പണിയുന്നത്, പാറമേലാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തു പാറയാണ്, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. ക്രിസ്തു ഒരു പാറയാണ്, യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൻ്റെ മേലാണ് സഭയെ പണിയുന്നത്. രണ്ടാമതൊരർത്ഥമുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ അതൊക്കെ നിന്നുപോയി, കുറേ കാലമായിട്ട് ഞാനത് പറയുന്നില്ല. പത്രോസേ, അങ്ങയ്ക്ക് സ്വർഗത്തിലെ പിതാവ് തന്ന ആ ദർശനമുണ്ടല്ലോ, അത് തന്നെ ഒരു പാറയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് അറിവിൻ്റെ മേലല്ല, ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് ഒരു വെളിപ്പാടിൻ്റെ മേലാണ്. ദൈവത്തിങ്കൽ നിന്ന് നിനക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ, ഈ ബൈബിൾ സ്കൂളുകളിൽ പഠിക്കുന്നത് നല്ല കാര്യമാണ്, നമുക്ക് അറിവ് ലഭിക്കാൻ വേണ്ടി. പക്ഷേ അവരെ കൊണ്ട് സഭ പണിയാൻ നോക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നെവർ, അത് സാധ്യമല്ല. കാര്യം ദൈവം അറിവിൻ്റെ മേൽ തൻ്റെ സഭ പണിയാറില്ല. ദൈവം തൻ്റെ സഭയെ പണിയാറുള്ളത് വെളിപ്പാടിൻ്റെ മേലാണ്. ആർക്കെങ്കിലും ദൈവത്തെക്കുറിച്ച് യോഗ്യമായൊരു വെളിപ്പാടുണ്ടെങ്കിൽ ആ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതൊരു പാറയാ. നീ പത്രോസാണ്, പാറക്കഷണമാ. പക്ഷേ നിനക്ക് കിട്ടിയിരിക്കുന്ന ദർശനമുണ്ടല്ലോ, എൻ്റെ പിതാവ് തന്ന ദർശനം, അതൊരു പാറയാണ്. ആ പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്വർഗരാജ്യത്തിൻ്റെ അധികാരം ഞാൻ നിനക്ക് തരിക, താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്.
പത്രോസിന് മാത്രമേ ഉള്ളായിരുന്നെന്ന് 18 വയസ്സിന് മേളിൽ. അതുകൊണ്ട് പത്രോസിനെ മാത്രം ഏൽപ്പിച്ചു. പക്ഷെ തുടർന്ന് യേശു ശിഷ്യന്മാരുടെ സമൂഹത്തെ നോക്കിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ, നിങ്ങളെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അധികാരം കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇന്ന് പകൽ ചിലതിനെ കൂടെ വീണ്ടും കെട്ടുവാൻ നമ്മളോട് 2 ആഴ്ചയ്ക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങിയത് ഇതാണ്. ഈ സമുദ്രം കടന്ന് നിങ്ങൾ അക്കരയ്ക്ക് പോകും. ഈ പ്രതിസന്ധിയുടെ നടുവിലൂടെ നിങ്ങൾ അക്കരയ്ക്ക് പോകും. ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ നടുവിലൂടെ നിങ്ങൾ കടന്നിരിക്കും. അത് പോകണമെന്നുണ്ടെങ്കിൽ ചില കൽപ്പനകൾ ഉയർന്നേ മതിയാകൂ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ പാൻഡമിക് സിറ്റുവേഷൻ ബേഥേലിനെ ബാധിക്കാതെ, ദൈവസഭയെ ബാധിക്കാതെ നാം മുന്നോട്ട് പോകുവാൻ, രോഗശക്തികളുടെ മുനെ ഒടിയുവാൻ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിയമക്കുരുക്കുകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് കൃപയാൽ ഞായറാഴ്ച ഒരുമിച്ച് കൂടിക്കോളാൻ ഒരു നിയമവുമായി ഗവൺമെൻറ് വന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നിയമമൊന്നും ഒടിഞ്ഞില്ല, മുന മാത്രമേ ഒടിഞ്ഞുള്ളൂ. അതിൻ്റെ പ്രധാന മുന ഒടിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ വരാൻ സാധിച്ചു. ഞാനീ പറയുന്ന ആശയം ആ അർത്ഥത്തിൽ ദയവായി എടുക്കുക. മുന ഒടിഞ്ഞതുകൊണ്ട് ഇന്നിവിടെ വരുവാൻ നമുക്ക് സാധിച്ചു. അതുപോലെ ഈ മുനകളൊക്കെ ഒന്ന് ഒടിയുവാൻ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. പത്രോസെ, നീ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിനെ നിൻ്റെയിലോട്ട് തരികയാണ്, നീ അധികാരിയായി മാറുകയാണ്. അപ്പോൾ പത്രോസിനെ താണ ലെവലിൽ നിന്ന് ക്ലാസ് മോണിറ്ററാക്കി ഉയർത്തി. പ്രായം കൂടെ അതിനൊരു കാരണമാണ്. 2, തൻ്റെ ചുമതലയുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിച്ചു. നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. ഫർദർ മോർ, മത്തായിയുടെ സുവിശേഷം 26:33 പത്രോസ് യേശുവിനോട് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. മത്തായിയുടെ സുവിശേഷം 26:33. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസിന് യേശുവിനോട് പറയാനുള്ളത്, എന്നെ ക്ലാസിൻ്റെ ലീഡറാക്കി എടുത്തല്ലോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ പ്രമാണിയാക്കി എടുത്തല്ലോ. അതുകൊണ്ട് കർത്താവേ, ഇതുങ്ങളെല്ലാം തെറ്റിയാലും, ബാക്കി 11 പേര് തെറ്റിയാലും ഞാൻ തെറ്റത്തില്ല, ഞാൻ ഇടറുകയില്ല. കർത്താവേ, അങ്ങയെ പിടിച്ചുകൊണ്ട് പോകാൻ ആൾ വന്നാൽ, ഇവരാരും വാളെടുത്തില്ലെങ്കിലും ഞാൻ വാളെടുക്കും, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കും. തൻ്റെ ആ ഭയങ്കര സമർപ്പണം താൻ യേശുവിനോട് ഏറ്റുപറഞ്ഞു. ആ ബന്ധം ഉറപ്പിച്ചു. ഇത് നന്നായി മനസ്സിലായി. നന്നായി ആ ബന്ധം ഉറപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 26:35 നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും തൻ്റെ കൺഫെഷൻസ് വ്യക്തമാക്കുക. മത്തായി 26:35 33-35 നമ്മൾ വായിച്ചു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ശിഷ്യന്മാരെല്ലാവരും അവരുടെ ബന്ധം ഉറപ്പിച്ചു. നേതൃത്വം കൊടുത്തത് പത്രോസാണ്. അപ്പം മുന്നോട്ട് ആളുകൾ വരേണ്ടതിന്, യേശുവുമായുള്ള ബന്ധത്തിലാണിരിക്കേണ്ടതിന്, ആ ബന്ധം ഉറപ്പിക്കുന്നവരുടെ നടുവിൽ പത്രോസ് ലീഡർഷിപ്പിലേക്ക് കയറി. ആശയം കിട്ടിയല്ലോ. ഞാനൊരു നല്ല കാര്യം ഒരിക്കൽ ചെയ്യാൻ തീരുമാനിച്ച് പരസ്യമായി പറഞ്ഞാൽ ആ നല്ല കാര്യം ചെയ്യാൻ പലരും മുന്നോട്ട് വരും. ഞാനൊരു തീയ കാര്യം ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നാൽ പലരും എന്നെ അനുഗമിച്ച് തീയ കാര്യങ്ങൾ ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ലീഡർഷിപ്പ് പത്രോസ് കൊടുത്തു. പത്രോസിന് ആ ലീഡർഷിപ്പിനുള്ള കഴിവ് ദൈവം കൊടുത്തു. മത്തായി 26:75 പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു. എന്തു പറ്റി? പത്രോസ് തൻ്റെ സാധാരണ ജീവിതത്തെ ഒന്നെടുത്തു. നല്ല കുളിരുള്ള രാത്രിയിൽ, നല്ല തണുപ്പുള്ള രാത്രിയിൽ, മഹാപുരോഹിതൻ്റെ പുരമുറ്റത്ത് എല്ലാവരും തീ കൂട്ടി ആ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും ചോദിച്ചു കാണും, എനിക്കെന്നെ തണുക്കുകയില്ലേ? ഞാൻ യേശുവിൻ്റെ ശിഷ്യനായപ്പോഴുകൊണ്ട് എനിക്ക് തണുക്കാതൊന്നും ഇരിക്കത്തില്ല. നമ്മൾ പറയാറുണ്ട്, എൻ്റെ ചെലവ് കഴിയണ്ടേ, എനിക്കും കുടുംബം മക്കളും ഒക്കെ ഇല്ലേ, എനിക്കും വീടും കാര്യങ്ങളും ഇല്ലേ, എൻ്റെ കാര്യം നടക്കണ്ടേ, ഞാൻ ലോകക്കാരനല്ല, ഞാനും ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അതേ പത്രോസ്, അങ്ങും ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ യോഹന്നാൻ ഇല്ലാഞ്ഞ തണുപ്പ് അങ്ങേക്ക് എവിടുന്ന് വന്നു? ഈവൻ തോമസ് അപ്പസ്തോലൻ ഇല്ലാഞ്ഞ തണുപ്പ് അങ്ങേക്ക് എവിടുന്ന് വന്നു? അപ്പസ്തോലന്മാരിൽ വേറെ ആരും തന്നെ ഈ തണുപ്പിന് തീ കായാൻ വന്നില്ലല്ലോ, നിനക്ക് തന്നെ എന്നാ പറ്റി? പത്രോസിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. യൂദ എന്ന് പറയുന്ന പുള്ളി മഹാപുരോഹിതന്മാരുമായി ഭയങ്കര ബന്ധമുള്ളയാളാണ്. ഞാനും 2 തോണിയിലും ഇടയ്ക്കിടയ്ക്ക് കാൽ വെക്കാറുണ്ട്. യൂദ 2 തോണിയിൽ ഒരേ സമയം തന്നെ കാൽ വെക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല.
യൂദ 2 തോണിയിൽ ഒരേ സമയം കാൽ വയ്ക്കും. യേശുവിൻ്റെ കൂടെ നടക്കും, മഹാപുരോഹിതൻ്റെ കൂടെ നടക്കും. നമ്മൾ ഇവരെ തമ്മിലാണ് സത്യത്തിൽ എടുത്ത് വിശദീകരിക്കാൻ പോകുന്നത്. പത്രോസ് അങ്ങനല്ല, അത്യാവശ്യമുള്ളപ്പം മാത്രം. മഹാപുരോഹിതനോടൊന്ന് പോകണമെന്ന് തോന്നിയാൽ അങ്ങനെയും പോവും. അതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്ന് തീ കായാൻ തോന്നി. ആ തീ കായുന്ന കൂട്ടത്തിലാണ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയേണ്ടതായി വന്നത്. എന്നിട്ട് യേശു തന്നെ തിരിഞ്ഞൊന്ന് നോക്കിയതോടുകൂടെ താൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ശിമോൻ പത്രോസ് അവരോട് അതിദുഃഖത്തോടെ കരഞ്ഞു. തൻ്റെ തെറ്റിനെക്കുറിച്ച് താൻ അനുതപിച്ചു. യേശു അവസാനമായി പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. വേദപുസ്തകത്തിൽ പത്രോസിനെ നോക്കി എന്ന് എഴുതിയിരിക്കുന്ന, അല്ലെ യേശുവുമായിട്ടുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് തനിക്കുണ്ടാകുന്ന ഒരു രംഗമായത്. തന്നെ തള്ളിപ്പറഞ്ഞ ശേഷം യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പാസ്റ്റർ വി. എ. തോമസ് ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ കണ്ണ് ശിഷ്യന്മാർ എവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. പത്രോസ് അവിടെ ഇരിക്കുന്നത് യേശു നേരത്തെ കണ്ടു കാണും. യേശുവിൻ്റെ കണ്ണ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പത്രോസിൻ്റെ കണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു. കാര്യം 2 പേരുടെയും ചെവിയിൽ കോഴി കൂകുന്ന ശബ്ദം വീണു. പത്രോസിൻ്റെ കൺമുനയും യേശുവിൻ്റെ കൺമുനയും തമ്മിൽ കൂട്ടിമുട്ടി. ഒരു ഭയങ്കര അനുതാപം പത്രോസിൻ്റെ അകത്തോട്ട് കയറി. താൻ കൈപ്പോടെ കരഞ്ഞുകൊണ്ട് തൻ്റെ ചെയ്ത തെറ്റോർത്ത് ഇറങ്ങിപ്പോയി. പത്രോസെ, ഇപ്പം തണുക്കുന്നില്ലേ? ഇത്രയും നേരം തീ കായം വന്നിരുന്നതാണല്ലോ, ഇപ്പം ഇറങ്ങിപ്പോകുമ്പോൾ തണുക്കുന്നില്ലേ? ആ തണുപ്പിനെ അതിജീവിക്കുന്ന ഒരു കുറ്റബോധം എൻ്റെ അകത്ത് കയറി. ആ തണുപ്പിനെ അതിജീവിക്കുന്ന ഒരു അനുതാപം എൻ്റെ ഉള്ളിൽ കയറി. യേശു പത്രോസിനെ ഒന്ന് നോക്കി. പിന്നെ ഇവർ തമ്മിൽ നേരിട്ട് നോക്കുന്നത് തീബരിയോസ് കടലിൻ്റെ തീരത്ത് വെച്ചാണ്. അത് വി. എ. തോമസ് സാറിൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഇവർ തമ്മിൽ നേരിട്ട് നോക്കുന്നത്, അതുവരെ യേശുവിന് പത്രോസിനെ നോക്കാൻ നാണമാണ്, പത്രോസിന് യേശുവിനെ നോക്കാൻ മഹാനാണമാണ്. 2 പേരും പുറകോട്ടൊക്കെ നോക്കി നടക്കുകയായിരിക്കാം. ഞാനത് തറപ്പിച്ച് പറയുകയല്ല, വേദപുസ്തകത്തിലെ തെളിവ് അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ തെളിവില്ല. പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. വീണ്ടും ശിഷ്യന്മാരെ യേശു ഒരുമിച്ച് കൂട്ടി. യൂദ പോയി 11 അപ്പോസ്തലന്മാർ ഒരുമിച്ചായി. ആ 11 അപ്പോസ്തലന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ പത്രോസിന് വീണ്ടും പാപമായി. പുള്ളി പിന്നെ ഹീനപാത്രമാകാൻ നോക്കുക. സാത്താൻ പത്രോസിൻ്റെ പുറകെ ഇതിനെ നടക്കുക. നേരത്തെ തന്നെ പത്രോസിനെ കുറിച്ച് യേശു പറഞ്ഞായിരുന്നു, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവസരം ചോദിച്ച് നിൻ്റെ പുറകെ പിശാച് നടക്കുക. നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചതുകൊണ്ട് നീ നിലനിൽക്കുക. എങ്കിലും ഹീനപാത്രമാക്കേണ്ടതിന് വേണ്ടി പത്രോസിനെ ഒന്നുകൂടെ അപ്രോച്ച് ചെയ്തു. പത്രോസ് ബാക്കി 10 പേരുടെ നടുവിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 21:1. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ അധ്യായങ്ങളിൽ യേശുവിനോട് അടുത്തു വരുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുവാൻ ലീഡർഷിപ്പ് കൊടുത്ത പത്രോസ് തൻ്റെ പിന്മാറ്റത്തിൻ്റെ ആഹ്വാനം മുഴക്കുന്നു. പിന്മാറ്റത്തിന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ഈ ആഴ്ച ചർച്ചിൽ പോകുന്നില്ല, നിനക്കെന്നാ തോന്നുന്നു? നീ പോകുന്നില്ലേ, പിന്നെ ഞാനും പോകുന്നില്ല. ഞാൻ 1-ലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു പഴയ അനുഭവമുണ്ട്. ന്യൂഡൽഹിയിലായിരിക്കുന്ന ഒരു സമയം ചർച്ചിനകത്തൊരു ചെറിയ സംസാരദോഷമൊക്കെ ഉണ്ടായി. ചർച്ചിനകത്തൊരു ചെറിയ സംസാരദോഷം ബഥേലിലുണ്ടാകുന്ന പോലൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഇച്ചിരിയൊക്കെ ഗൗരവമാണ്. ഞാൻ പദങ്ങൾ പൊതുസ്ഥലമായതുകൊണ്ട് പരസ്യമായി പറയുന്നില്ല. എന്നെപ്പോലുള്ള ഒരാളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള വാക്കുകൾ പുൾപിറ്റിൽ നിന്ന് ഉയർന്നു. സഹോദരന്മാരിലൊരു നല്ല ഭാഗം ആളുകൾ പറഞ്ഞു, വരുന്ന ആഴ്ച സഭായോഗത്തിന് പോകുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അവൻ്റെ ചെയ്യുമോ നോക്കാം, അല്ലെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് ഒരു മാറ്റം വരുമോ എന്നറിയാം, അത് കഴിഞ്ഞാൽ ഇനിയും പോകുന്നുള്ളൂ. അപ്പം അതും പറയുന്ന തെറ്റുണ്ടോ എനിക്ക് അറിഞ്ഞുവിടാ. ഒരു ശുശ്രൂഷകൻ അന്നൊരിക്കൽ ചർച്ച പറഞ്ഞതാ, മാസം തോറും കറക്റ്റായി ദശാംശം കൊടുക്കാൻ കഴിയാത്ത നീ ഇടത്തെ സീറ്റ് കൊണ്ടും വലത്തെ സീറ്റ് കൊണ്ടും കസേരയിൽ ഇരുന്ന് നിരങ്ങാതെ ദശാംശം കൊടുത്തേച്ച് ഇങ്ങോട്ട് വന്നാൽ മതിയിടാ. പരസ്യമായി പറഞ്ഞ പദം. ശുശ്രൂഷകൻ്റെ സൈഡിൽ നിന്ന് അത്രയും വന്നപ്പോൾ സഭാവിശ്വാസിയുടെ സൈഡിൽ നിന്ന് ചോദിക്കാനില്ലല്ലോ. എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു വിശ്വാസി എന്ന് അവിവാഹിതനായ ഒരു വിശ്വാസിയായി ചെന്ന് അവിവാഹിതയായ ഒരു പെങ്കൊച്ചിൻ്റെ സാരിയെ പിടിച്ചു. എത്ര രൂപ ഐഡി ഇതിന് പറയടി? അത്രയുമെങ്കിലും നിനക്ക് ദശാംശം കൊടുത്തുകൂടായിരുന്നു? ആ ലെവലിലോട്ടങ്ങ് മാറി. ആ ലെവലിലോട്ട് മാറിയപ്പോഴാണ് ചർച്ചിൽ നിന്ന് ആത്മീയരായി ചിലർ ചേർന്ന് വെച്ച് പറഞ്ഞത്,
ഇനിയും ഇതിനൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് കണ്ടിട്ട് അങ്ങോട്ട് ആരാധനയ്ക്ക് പോയാൽ മതി. അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ കുറച്ച് പേർ ആരാധനയ്ക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ശനിയാഴ്ച വൈകിട്ട് ഒരു സഹോദരൻ വീട്ടിൽ വന്നിച്ച് എന്നോട് പറഞ്ഞു, മെവറീസെ നീ ആരാധനയ്ക്ക് പോകണം. ഞാൻ ചോദിച്ചാൽ അതെന്താ? ഞാൻ വരുന്നില്ല. എന്നോട് പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ വരുന്നില്ല, പക്ഷെ നീ പോകണം. ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റി? നിൻ്റെ ആയുസ്സിൽ ഒരാരാധന മുടക്കിയെന്ന ഒരു പേരുദോഷം നിന്നെക്കുറിച്ച് പിശാച് പറയല്ലേ. നിനക്കൊരു വിളിയുണ്ട്, നീ ശുശ്രൂഷയിൽ ഉയരേണ്ടവനാ. നിനക്കൊരു വിളിയുണ്ട്, നീ ശുശ്രൂഷയിൽ ഉയരേണ്ടവനാ. നീ ഒരാഴ്ച മനഃപൂർവ്വമായി സഭായോഗം മുടക്കി എന്നൊരു പേരുകേട് നിന്നെക്കുറിച്ച് വരരുത്. നീ ആരാധനയ്ക്ക് പോകണം. ഞാനത് മനസ്സിലാക്കി സന്തോഷത്തോടെ ആരാധനയ്ക്ക് പോയി. കൃപയാലെ പ്രശ്നം സോൾവായി. എല്ലാവരും ആരാധനയ്ക്ക് വന്നു. എന്നാൽ അന്ന് പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഈ പിന്മാറ്റത്തിന് ലീഡർഷിപ്പ് കൊടുക്കുവാൻ പത്രോസ് രംഗത്ത് വന്നു. ഒരാളിനെ ഹീനപാത്രമാക്കുക. അറിഞ്ഞോ, കേട്ടോ, അറിഞ്ഞായിരുന്നോ, കണ്ടായിരുന്നോ? പിന്മാറ്റത്തിന് ലീഡർഷിപ്പ് കൊടുക്കുക. പത്രോസ് പിന്മാറ്റത്തിന് ലീഡർഷിപ്പ് കൊടുത്തു. ഞാൻ പോകുകയാണ്, മീൻ പിടിക്കാൻ പോകുകയാ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഞാൻ പറഞ്ഞല്ലോ, നേതൃസ്ഥാനത്ത് നിന്ന് ഒരുവൻ പിന്മാറ്റത്തിന് ആഹ്വാനം കൊടുത്താൽ ഏത് ശിഷ്യനാ പോകാത്തത്? 10 പേരും ചേർന്ന് പറഞ്ഞു ഞങ്ങളും പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ 12 പേരും കൂടെ മീൻ പിടിക്കാൻ പോയി. യേശുവിന് മനസ്സിലായി എൻ്റെ മാനപാത്രങ്ങൾ ഹീനപാത്രങ്ങളാകുക. ഒരു ചെറിയ നുള്ളു കൊടുത്ത് ഇവരെ ആക്കണം. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ചിന്തിച്ചായിരുന്നല്ലോ, ബാലശിക്ഷ. ഒരു ചെറിയ നുള്ളു കൊടുത്ത് ഇവരെ നേരെയാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് യേശു മത്സ്യങ്ങളോട് പറഞ്ഞു, ഈ രാത്രിയിൽ ഇവന്മാരുടെ വലയുടെ ഇറമ്പിൽ നിന്ന് മാറി നിന്നേക്കാൻ. മത്സ്യങ്ങളെല്ലാം വലയുടെ ഇറമ്പിൽ നിന്ന് മാറി നിന്നു. രാത്രി മുഴുവനും പിടിയോടെ പിടി. പക്ഷേ രാവിലെ ആയപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് മനസ്സിലായി. ഒരു ഊപ്പ പോലും ഇല്ല മലയാളത്തിൽ. യേശു അതിരാവിലെ സമുദ്രതീരത്തേക്ക് ചെന്നു, കടൽ തീരത്തേക്ക് ചെന്നു. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. തിന്നുന്ന കാര്യം പോട്ടെ, കൂട്ടാൻ വല്ലതും ഉണ്ടോ? വിൽക്കാനുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല, കൂട്ടാൻ വല്ലതും ഉണ്ടോ? കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവരുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ വീശി ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടി. ആ മീൻകൂട്ടവുമായി അവർ കരയിലേക്ക് വന്നു. ഇത് പത്രോസ് അറിഞ്ഞു. യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ പറഞ്ഞു ഇത് കർത്താവാ. കേൾക്കുകയും ആദ്യം അനുതാപം വന്നത് പത്രോസിനാണ്. തൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഒരു വസ്ത്രവും ഇല്ല എന്നെനിക്ക് തോന്നുന്നില്ല. അങ്കിയൊക്കെ ഊരി മാറ്റി എന്നുള്ളതല്ലാതെ ഒട്ടും വസ്ത്രമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ് പറഞ്ഞ. ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് കണ്ടില്ലല്ലോ. അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കാര്യം യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കൊള്ളാവുന്ന ഒരു വസ്ത്രം തനിക്കില്ലായിരുന്നു. ഞാൻ അങ്ങനെ എടുക്കട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ നടന്ന ഒരു വിവാഹ സമയത്ത് ഒരു പദം അതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്തത് ഞാൻ പറഞ്ഞായിരുന്നു. യോഗ്യമായി വസ്ത്രം ധരിച്ച പെൺകുട്ടി സ്റ്റേജിൽ വിവാഹത്തിന് വന്നിരിപ്പുണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓരോ സാഹചര്യങ്ങൾക്ക് വെവ്വേറെ വസ്ത്രമാണ്. നീന്താൻ കൊണ്ടുപോകുന്ന വസ്ത്രം അതിന് നീന്താൻ യോഗ്യമാണ്, പക്ഷെ അത് കല്യാണത്തിന് കൊടുക്കുന്നതല്ല. സഭായോഗത്തിന് വരുമ്പോൾ സഭായോഗത്തിന് യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവർക്കായി സ്തോത്രം. ക്രിസ്ത്യാനി എന്നും പറഞ്ഞു വരുമ്പോൾ ക്രിസ്ത്യാനിക്ക് യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവർക്കായി സ്തോത്രം. എവിടെയും ഉടുക്കാൻ കൊള്ളാവുന്ന വസ്ത്രമെന്നല്ല. പത്രോസിൻ്റെ ഗതികേട് അതായിരുന്നു. യോഗ്യമായ വസ്ത്രം ധരിക്കാഞ്ഞതുകൊണ്ട് അങ്കി അരയിൽ ചുറ്റിയെടുത്ത് കടലിൽ ചാടി യേശുവിൻ്റെ അടുക്കൽ വരികയും ചെയ്തു. യേശു, ഞാൻ ഇച്ചിരൂടെ വേഗത്തിൽ പോയാലേ ശരിയാവുള്ളൂ. യേശു ആ പത്രോസിനെ അരികിൽ വിളിച്ചേച്ച് ഒന്നിച്ച് പ്രാതൽ കഴിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇപ്പം പിടിച്ചത് ചിലത് കൊണ്ടുവരാൻ പറഞ്ഞ് അതും കൂടെ കൊണ്ടുവന്ന് പ്രാതൽ കഴിച്ചു. ഇതിനു മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ തൊടുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ 2 പേർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ സാധാരണഗതിയിൽ അവരെ പ്രയാസം പറഞ്ഞു തീർക്കുന്നത് ഒരാഹാരത്തിന് ശേഷം. ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായാൽ ഒരാഹാരം കഴിക്കും. ആ ഒരാഹാരം കഴിച്ചിട്ട് ഒന്നിച്ച് ആഹാരം കഴിഞ്ഞേച്ച് പ്രശ്നം അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ പറഞ്ഞു തീർക്കും. യേശുവും ചെയ്തത് ഇത് തന്നെയാണ്. നിങ്ങൾ ഇപ്പം പിടിച്ച മീൻ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് അതും കൂടെ കൊണ്ടുവന്നു. എല്ലാം ഇവർ കയറി വന്നപ്പോൾ തന്നെ കനലിന്മേൽ ചുട്ട അടയും മീനും അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇപ്പം പിടിച്ചതും കൂടെ കൊണ്ടുവന്നു, അതേലും കൂടെ കുറച്ച് ചുട്ടെടുത്തു. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി 11 പേരും കൂടെ 12 പേരും കൂടെ ചേർന്ന് ആഹാരം കഴിച്ചു. യേശു ഉൾപ്പെടെ 12 പേരും കൂടെ ചേർന്ന് ആഹാരം കഴിച്ചു. 12 പേരും കൂടെ ചേർന്ന് ആഹാരം കഴിച്ച ശേഷം യേശു പത്രോസിനോടൊരു ചോദ്യം ചോദിച്ചു. യോഹന്നാൻ്റെ മകനായ ശിമോനെ, പറയടാ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? ഞാൻ ഒരു പ്രാവശ്യം കൂടെ മടങ്ങി വരും, അന്നേരത്തത് അല്പം കൂടെ വ്യക്തമാകും. നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊന്ന് പറഞ്ഞു തീർക്കാനാകാൻ ഹീനപാത്രമാക്കാൻ വേണ്ടി കണ്ടമാനം പണതടാ.
ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചത് മാത്രമല്ല, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എനിക്ക് നിന്നോട് കരുണ തോന്നുന്നത് കൊണ്ട് നിന്നെ മാനപാത്രമാക്കാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞ്, കർത്താവെ, സ്നേഹിക്കുന്നു, അങ്ങയ്ക്കത് അറിയാം. എന്നാൽ പോയി എൻ്റെ ആടുകളെ മേയ്ക്ക്. നിന്നെ വിളിച്ചപ്പോൾ അതിനു വേണ്ടിയാണ് വിളിച്ചത്. നിൻ്റെ ഗ്രേഡ് ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാൻ നിനക്ക് ഒറിജിനൽ ഗ്രേഡ് തിരിച്ചു തരികയാണ്. പോയി എൻ്റെ ആടുകളെ മേയ്ക്ക്. ദൈവസന്നിധിയിൽ താണിറങ്ങി വന്നവൻ. ഞാൻ ഒരു വാക്ക് പുറകോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു തിരിച്ചു വരുമെന്ന്. യേശു മരിച്ചു. പത്രോസാണെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ യേശുവിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അന്നൊന്ന് നോക്കി ആ പോക്ക് പോയതാ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പത്രോസൊന്നും കാണാൻ വന്നില്ല. പകരം 2 സ്ത്രീകളാണ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കാണേണ്ടതിന്, അറിയേണ്ടതിന് അവിടെ ചെല്ലുന്നത്. മറിയമാരവിടെ ചെന്നു. ഒരു ദൂതൻ അവിടെ നിന്നേച്ച് ആ മറിയയോട് പറയുന്നൊരു പദമുണ്ട്, ഒരു ദൂതൻ. പലയിടത്തും തിരുവചനത്തിൽ ഒരു ദൂതൻ എന്ന് എഴുതിയിരിക്കുന്നത് യേശുവിനെ കുറിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ കുറിക്കുന്ന പദപ്രയോഗമാണ്. ഒരു ദൂതൻ്റെ വേഷത്തിൽ യേശു നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ദൂതൻ അവിടെ നിന്നേച്ച് മറിയമാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ സഹോദരന്മാരോടും, ആരെങ്കിലും ബാക്കി ഓർക്കുന്നുണ്ടോ, പത്രോസിനോടും പറ. 12 എണ്ണം ഉണ്ടായിരുന്നു, യൂദാ പോയിട്ട് ആകെപ്പാടെ ഇനി മിച്ചമുള്ളത് 11 എണ്ണത്തിൻ്റെ ഒരാളുടെ പോലും പേര് പറയാതെ പത്രോസിൻ്റെ പേരെടുത്തു പറഞ്ഞു. നിങ്ങൾ പോകുമ്പോൾ എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും പറ, ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. തൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 16:7. ആരെങ്കിലും റെഡിയാണോ ഇപ്പം വായിക്കാൻ? 16:7. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറ. പത്രോസേ, അങ്ങ് ലജ്ജിച്ച് നടക്കുകയല്ലേ? ഞാൻ നിന്നെ തിരിച്ച് പണിയാൻ പോവാ. മറ്റാരുടെയും പേരുച്ചരിച്ചില്ലെങ്കിലും ഞാൻ പത്രോസിൻ്റെ പേരുച്ചരിക്കും. അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറ, ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പേരെടുത്ത് പറഞ്ഞ് വിളിക്കുവാൻ. എന്തുകൊണ്ട്? മാനപാത്രമാക്കി മാറ്റാൻ. ഇതിനകത്തിരിക്കുന്നതിൽ പലരെയും തമ്പുരാൻ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് മാനപാത്രമാക്കാൻ. ചിലതിൻ്റെ തലയെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് മാനപാത്രമാക്കാൻ. ചിലതിൻ്റെ ഹൃദയത്തിൽ തൊട്ട് വിളിച്ചിട്ടുണ്ട് മാനപാത്രമാക്കാൻ. പിശാച് കണ്ടമാനം പണിതല്ല പത്രോസേ അങ്ങയെ നശിപ്പിക്കുവാൻ. നോ, ഞാൻ അങ്ങയെ മാനപാത്രമാക്കും. കുശവൻ്റെ കയ്യിലെ മണ്ണ്. കറങ്ങുന്ന ചക്രത്തിൽ പേര് വിളിച്ചു, പത്രോസിൻ്റെ പേര് വിളിച്ചു. പോയി പത്രോസിനോട് പറ. അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറ. തേണ്ട, ഇത് കഴിഞ്ഞിട്ടാണ് പത്രോസ് പിന്മാറ്റത്തിൽ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പത്രോസ് പിന്മാറ്റത്തിൽ പോകുന്നത്. ഞാൻ മീൻ പിടിക്കാൻ പോവാം. ശരി, പോയി മീൻ പിടിച്ചുകൊണ്ട് പോവാ. അവിടെ വെച്ച് കർത്താവ് പറഞ്ഞു, നീ പോയി എൻ്റെ ആടുകളെ മേയിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവസഭയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കുക. അത് പദം പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. സഭ ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, സഭ എന്ന പദം പുതിയ നിയമത്തിൽ ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലാണ്. അതുവരെ വിശ്വസിച്ചവരുടെ കൂട്ടം എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സഭ രൂപീകരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന മൂലക്കല്ലിൻ്റെ മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ, പലയിടങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത കല്ലുകളായ നാം ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലുകളായി ആത്മാവിനെ പ്രാപിച്ച ശേഷം പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ഒരു കെട്ടിടത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പലയിടങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന കല്ലുകളായ നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് ജീവനുള്ള കല്ലുകളാക്കി ആത്മാവിനാൽ ഒരുമിച്ച് പണിയുന്നതിനെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ൽ നടന്നത്. അതുവരെ വിശ്വസിച്ചവരുടെ കൂട്ടം, ശിഷ്യന്മാരുടെ കൂട്ടം എന്നിത്യാദികൾ മാത്രമേ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ. അന്ന് അതൊരു സഭയായി മാറി. ആ സഭയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കണം. അന്നാണ് 3000 പേര് അവരോട് ചേരേണ്ടത്. അന്നാണ് സഭയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കേണ്ടത്. സ്വർഗത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത് ആര് എന്നൊരു ചോദ്യമുണ്ടായി. എനിക്കൊന്ന് ബിഷപ്പ് TD ജെയ്ക്സിൻ്റെ ആശയം അത്. സ്വർഗത്തിലൊരു ചോദ്യമുണ്ടായി, ആരായിരിക്കും ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്? ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് കാണാം, പിതാവ് തന്നെ പോയി പറഞ്ഞാൽ കൊള്ളാമെന്ന്. വേറൊരുത്തൻ സജസ്റ്റ് ചെയ്ത് കാണാം, ഇല്ല യേശു തന്നെ പോയി പറയട്ടെന്ന്. മൂന്നാമതൊരാൾ പറഞ്ഞെന്ന് വരാം, പരിശുദ്ധാത്മാവ് പറയട്ടെന്ന്.
ഹെബ്രിയേൽ പറയും, ഞാനല്ലേ സന്ദേശവാഹകൻ, ഞാൻ പോയി പറയാമെന്ന്. ഇങ്ങനെ പലരും പറയാമെന്ന് അഭിപ്രായം പറയുന്നിടത്ത് എൻ്റെ യേശുവിൻ്റെ ഒരു ശബ്ദം ഉയർന്നു, പത്രോസ്. എനിക്കവനെ മാനപാത്രമാക്കണം, എനിക്കവനെ ഒന്ന് മാനിക്കണം. എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഇടറത്തില്ലെന്ന് പറഞ്ഞ് അവസാനം എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായ 10 പേരെ കൂടെ വിളിച്ചുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസ് ഉണ്ടല്ലോ, അവനെ പണിയാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് പകൽക്കാലം തകർന്നുവെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും, കൃപയിൽ നിന്ന് നഷ്ടമാകാത്തവരിവിടെ ഉണ്ടെങ്കിൽ, യൂദ പോയി, അവനെ നോക്കിയിട്ട് കാര്യമില്ല. അവൻ പോയി, അവനെ ആവശ്യമുള്ളപ്പോൾ യേശുവിൻ്റെ കൂടെ നിൽക്കും, അല്ലാത്തപ്പോൾ പോയി മഹാപുരോഹിതൻ്റെ കൂടെ നിൽക്കും. 2 തോണിയിലാണ് അവൻ്റെ കാല് സ്ഥിരമായിരിക്കുന്നത്. സ്ഥിരം അവൻ അവിടെയാണ്. പത്രോസും 2 തോണി കാല് വെച്ചിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായി പോയിട്ടില്ല. കൂടുതലും അദ്ദേഹം യേശുവിൻ്റെ കൂടെ ആയിരുന്നു. പത്രോസിനെ തിരിച്ചെടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞു, യൂദയെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവെ റെസ്ക്യൂ ചെയ്യാൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ ഞാൻ ആകരുതേ, ദൈവം എന്നെ റെസ്ക്യൂ ചെയ്യണമേ. നമുക്ക് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. തേണ്ട പത്രോസ് ഉദ്ഘാടന പ്രസംഗം പറയട്ടെ. പത്രോസ് എഴുന്നേറ്റ് ഒരു ഉദ്ഘാടന പ്രസംഗം പറഞ്ഞു. സഭയുടെ ഉദ്ഘാടന പ്രസംഗം പറയാൻ കോശി വൈദ്യൻ പണ്ടൊരിക്കൽ ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ, ഗംഗാനഗറിൽ വെച്ച് കോശി വൈദ്യൻ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. ശംദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാരെ തീച്ചൂളയിലേക്ക് എടുത്ത് എറിയുവാൻ രാജാവ് തീരുമാനിച്ചു. ചൂളയുടെ ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ സംസാരമുണ്ടായി, നമുക്ക് എങ്ങനെങ്കിലും പോയി ഇവരെ രക്ഷിച്ചുകൊണ്ട് വരണം. ആര് പോകും? ഹെബ്രിയേൽ പറഞ്ഞു കാണും, ദൂത് അറിയിക്കുന്നത് എൻ്റെ ജോലിയാണ്, ഞാൻ പോയി പറയാം. പറഞ്ഞു കാണും, കോശിവൈദ്യൻ്റെ പദമാണ്. മീഖായേൽ പറഞ്ഞു കാണും, നോ, ഇപ്പോൾ പോകേണ്ടത് ഹെബ്രിയേൽ അല്ല, ഞാനാ പോകേണ്ടത്, മീഖായേൽ. കോശിവൈദ്യൻ്റെ ഭാഷയിൽ പപ്പടകം പൊടിക്കുന്ന പോലെ ഞാൻ എൻ്റെ ബാബിലെ രാജാവിനെ പൊടിച്ച് കയ്യിലിട്ട് ചെഞ്ഞ് പോരും. ഞാൻ വിടത്തില്ല, ഞാൻ അവനെ പൊടിച്ചിരിക്കും, എൻ്റെ ദാസന്മാരെ വിടുവിച്ചിരിക്കും. പക്ഷേ നടുവിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, യേശുവിൻ്റെ ശബ്ദമാണ്. മീഖായേൽ, നീ അവിടെ ഇരി. എൻ്റെ ദാസന്മാർ തീച്ചൂളയ്ക്കകത്ത് വേകുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഞാനാ. മനുഷ്യപുത്രനോട് സദൃശനായവൻ തീച്ചൂളയിൽ പ്രത്യക്ഷമായി. ഓരോ ഇടങ്ങളിൽ ഇറങ്ങി വരേണ്ടത് ആരെന്ന് എൻ്റെ യേശുവിനറിയാം. സ്തേഫാനോസ് കല്ലേറേൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി ഒരു കാഴ്ച കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിനെയും പുത്രനെയും കണ്ടു. പുത്രൻ എഴുന്നേറ്റ് നിൽക്കുക. സ്തേഫാനോസ്, അങ്ങ് വരാൻ സമയമായി. ഞാൻ എൻ്റെ കൈ നീട്ടി നിൽക്കുക. സ്തേഫാനോസ്, വാ, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി. സാധാരണഗതിയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ് പുത്രൻ. ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാര്യം നീ ഇങ്ങോട്ട് വന്നാൽ ഒരു മൈക്രോ സെക്കൻഡ് താമസിക്കാതെ നിന്നെ പിടിച്ചെടുക്കേണ്ടതിന് എൻ്റെ കൈകൾ നിനക്ക് വേണ്ടി നീട്ടിയിരിക്കുക. ഞാൻ നിന്നെ മാനപാത്രമാക്കും. ഒരു മാനപാത്രമായി ദൈവസന്നിധിയിൽ മാറുവാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. 1-2 പടി കൂടെ മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 19-20 വാക്യങ്ങളിൽ, 10-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസ് ഒരു വെളിപ്പാടൊക്കെ ദൈവസന്നിധിയിൽ കണ്ടു. ആ വെളിപ്പാട് ഗൗരവമാണ്, അതുകൊണ്ട് ഓർമ്മിപ്പിക്കാം. 4 വശവും കെട്ടിയ തുപ്പട്ടി പോലെ ഒരു പെട്ടി താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. അതിനകത്ത് എല്ലാ ഇനം നാൽക്കാലികൾ, ഇഴജാതികൾ മുതലായ എല്ലാം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ 2 അർത്ഥവും പറയും. നാൽക്കാലികൾ, ഇഴജാതികൾ എല്ലാം ഉണ്ടായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അറുത്ത് തിന്നുക. പത്രോസ് ഒരു മറുപടി പറഞ്ഞു, ഇല്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ എൻ്റെ ആയുസ്സിൽ ഭക്ഷിച്ചിട്ടില്ല, ഞാനിത് തിന്നത്തില്ല. 2-ാം പ്രാവശ്യം പത്രോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അറുത്ത് തിന്ന്. പത്രോസ് അതേ മറുപടി ആവർത്തിച്ചു, ഇല്ല കർത്താവേ. 3-ാം പ്രാവശ്യം ശബ്ദം ഒരല്പം മാറി യേശു പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. എന്നിട്ടും പത്രോസ് എഴുന്നേറ്റില്ല, തിരിച്ചങ്ങ് വലിച്ചെടുത്തു. നമുക്കവിടെ പിന്നെ വരാം. തിരിച്ചങ്ങ് വലിച്ചെടുത്തു. ഈ കണ്ട സ്വപ്നം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താനൊരു വീടിൻ്റെ 2-ാമത്തെ നിലയിലാണ് വെളിപ്പാട് കണ്ടത്. അതിൻ്റെ താഴത്തെ നിലയിൽ 2-3 പേർ വന്നിട്ടുണ്ട്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നവരാ. കൊർന്നല്യോസ് ചില ദിവസങ്ങളായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് സുവിശേഷം കേൾക്കുക എന്നൊരാലോചന ഉണ്ടായതിനാൽ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുവാൻ പത്രോസിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മിണ്ടരുത്, ഒരു വാക്ക് മിണ്ടാതെ, അല്ലെ നീ പോകില്ല. ഒരു വാക്ക് മിണ്ടാതെ അവരുടെ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ പത്രോസ് അവരുടെ കൂടെ വന്നു. കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തി. കൊർന്നല്യോസ് ജാതികളിൽ നിന്ന് വരുന്നവനാണ്.
കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തിയേച്ച് പത്രോസ് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും എല്ലാ ജാതിയിലും ഉള്ളവരെയും സ്നേഹിക്കുന്നുവെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. ഇതാ മുമ്പേ കാണിച്ചു കൊടുത്തത് നാൽക്കാലികൾ, ഇഴജാതികൾ മുതലായി സകലത്തിനെയും കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത് എന്ന് പറഞ്ഞത്. എന്നിട്ടും പത്രോസ് സമ്മതിച്ചില്ല കേട്ടോ. ആ തുപ്പട്ടി അങ്ങ് തിരിച്ചു വലിച്ചു. ആ തിരിച്ചു വലിച്ചു എന്ന പദത്തിന് ഭയങ്കര അർത്ഥമാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു കേസിൽ നീ പോ, നിന്നെ തുടർന്ന് ഇതിന് അയക്കത്തില്ല, നിന്നെ തുടർന്ന് ജാതികളോട് സുവിശേഷം പറയാൻ അയക്കത്തില്ല. നിന്നെ മാനപാത്രമാക്കാൻ തീരുമാനിച്ച് ഇവിടം വരെ എത്തിച്ചിട്ട് ഇനിയും മുന്നോട്ടില്ലെങ്കിൽ കഴിഞ്ഞു പത്രോസ്, ഇവിടം കൊണ്ട് നിൻ്റെ മാന്യത തീർന്നു. ഈ ഒരു കേസിൽ നീ അവരുടെ കൂടെ പോ. കാരണം അബദ്ധത്തിന് അല്ലെങ്കിൽ സുബദ്ധത്തിന് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ തന്നത് നിൻ്റെയില്ല. യഹൂദന് വേണ്ടി സഭയുടെ വാതിൽ തുറക്കുവാൻ പെന്തക്കോസ് നാളിൽ നിന്നെ ഉപയോഗിച്ചു. ജാതികൾക്ക് വേണ്ടി സഭയുടെ വാതിൽ തുറക്കുവാൻ നിന്നെ ഒന്നുകൂടെ ഉപയോഗിച്ചേ പറ്റൂ. പക്ഷെ നിനക്ക് ജാതികളോട് ഒരു അപകർഷതാബോധമുണ്ട്. അതുകൊണ്ട് നിന്നെ തുടർന്ന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതിന് ഞാൻ വേറൊരു പാത്രത്തെ തിരഞ്ഞെടുത്തോളാം. നിന്നെ തൽക്കാലത്തേക്ക് കൊണ്ടുവന്ന മാന്യതയുടെ പരമാവധിയിൽ കൊണ്ടുവരട്ടെ, നീ അവരുടെ കൂടെ പാൻ പറഞ്ഞു. പത്രോസ് അവിടെ ചെന്ന് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നൊക്കെ മനസ്സിലായി. അവസാനം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നതോടെ അവരെ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് കൽപ്പിച്ചു. അങ്ങേരെ സ്നാനപ്പെടുത്തിയില്ല. വായി ജാതികളെ തൊട്ടേച്ച് തിരിച്ചു വന്നാൽ യാക്കോബും കൂട്ടരും പിടികൂടും. ജാതികളെ തൊടാൻ പറ്റുകയില്ല. ജാതികളുടെ കൂടെ തിന്നു കുടിക്കാൻ പാടില്ല, അതെല്ലാം ചെയ്തു. ഇവരെ തൊടാനും പറ്റത്തില്ല. ഞാൻ ഇവരെ സ്നാനപ്പെടുത്തത്തില്ല. അവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പന കൊടുത്തേച്ച് പത്രോസ് ഇഞ്ഞു പോരുന്നു. അവരെ സ്നാനപ്പെടുത്തിയില്ല. തുടർന്ന് കർത്താവ് പറഞ്ഞു, നിന്നെ മാനിക്കാവുന്നിടത്തോളം മാനിച്ചു. ആദ്യമേ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഒറ്റ നോട്ടം കൊണ്ട് നിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് നീ എൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ പിന്മാറ്റത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചു. നിന്നെക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വേലകൾ ചെയ്യിച്ചു. എന്നും നീ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നിൻ്റെ പേര് ഓർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജാതികൾക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ നിനക്കൊരവസരം തന്നു. പക്ഷെ അവരോടുകൂടെ പ്രവർത്തിപ്പാൻ നീ തയ്യാറായില്ല. നിനക്ക് കൾച്ചർ ഇഷ്ടമല്ലാതെ വന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് വരട്ടെ. നമ്മൾ കൾച്ചർ പ്രസംഗിക്കുന്നവരല്ല. അതേസമയം നമ്മളാണ് ഏറ്റവും കൂടുതൽ കൾച്ചർ പ്രസംഗിക്കുന്നത്. ക്രിസ്ത്യൻ കൾച്ചർ എനിക്ക് പ്രധാനമാണ്. മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ വേർപാട്, ദൈവസഭയുടെ ആരാധന, കർത്താവിൻ്റെ തിരുമേശ, പ്രാർത്ഥന എന്നിങ്ങനെ ദൈവവചനത്തിൽ കാണുന്ന ക്രിസ്തീയ കൾച്ചർ എനിക്ക് ഭയങ്കര പ്രധാനമാണ്. ലോകത്തിൻ്റെ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുകയല്ല, വേറൊന്നിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല എൻ്റെ പടമാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത കൾച്ചറുകളിലുള്ളവർ ദൈവിക കൾച്ചറിലേക്ക് മാറുവാൻ ഒരു കോമൺ കൾച്ചർ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ജോലി. അതാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. പത്രോസ്, നീ ജാതികളോട് ഇടകലരുവാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തെ, നിന്നെക്കാൾ മാന്യത വഹിക്കാൻ കൊള്ളാവുന്ന വേറൊരു പാത്രത്തെ തിരഞ്ഞെടുക്കാൻ പോവാം. അതിനാണ് പൗലോസിനെ തിരഞ്ഞെടുക്കുന്നത്. അവനെൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ കൊടുക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് എന്ന് പൗലോസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വിശദീകരിച്ചു വന്ന കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ വ്യക്തി പൗലോസ. മാന്യതയിൽ നിന്നു പൗലോസിന് എന്താ എതിരൊന്നും ഇല്ലായിരുന്നു. പൗലോസ് നേരിട്ട പോലൊരു എതിര് വേറെ ആരും അനുഭവിച്ചിട്ടില്ല. പൗലോസിനുണ്ടായ പോലെ പ്രശ്നങ്ങൾ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അപവാദങ്ങളും മാന്യതയ്ക്ക് താഴെയുള്ള പദങ്ങളും തന്നെക്കുറിച്ച് അവിഖ്യാതികളും പറഞ്ഞുണ്ടാക്കി അങ്ങേയറ്റം യേശു അനുഭവിച്ചു ഇല്ലെന്നല്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകീർത്തികൾ അനുഭവിച്ചത് പൗലോസ. നമുക്ക് ആ കൊറോണയുടെ സ്ട്രോങ് സീസണിൽ ഡെയിലി ബൈബിൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ കൊരിന്ത്യ ലേഖനത്തിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ 2 കൊരിന്ത്യരുടെ പുസ്തകം എഴുതുവാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച് പൗലോസിൻ്റെ മേലുള്ള അപവാദങ്ങൾക്ക് മറുപടി പറയുവാനാണ് 2 കൊരിന്ത്യ ലേഖനം തന്നെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് 100% സത്യമാണ്. പൗലോസ് അന്നാണ് ഒന്നാമനായി നിന്നത്. 2ാം സ്ഥാനത്തേക്ക് പത്രോസ് അപ്പോസ്തലൻ കയറി വന്നു. യൂദാ, നീ അവിടെ നിൽക്കേണ്ടവനായിരുന്നല്ലോ പത്രോസിനെ പോലെ. നിനക്കെന്നാ പറ്റി? മാനപാത്രത്തെ ഹീനപാത്രമാക്കുവാൻ ഒരു വലിയ പ്രവണത ഭൂമിയിൽ നടക്കുക. സഭയ്ക്കകത്ത് ദൈവത്തിന് ചിലരെ മാനപാത്രങ്ങളാക്കാനുണ്ട്. പിശാചിന് അവരെ തന്നെ ഹീനപാത്രങ്ങളാക്കാനുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചതുപോലെ
ഹീനപാത്രമാകേണ്ടതിന് സാത്താൻ ഇട്ടിരുന്നതായ കുല, വൈരാഗ്യം, പക എന്നിവ കൊണ്ട് നിറഞ്ഞ ഒരു കോപപാത്രമായിരുന്നു പൗലൂസ്, പുതിയ നിയമത്തിലെ ശൗൽ. കുല നിശ്വസിച്ചുകൊണ്ട്, കോപം നിശ്വസിച്ചുകൊണ്ട്, പ്രതികൂലം നിശ്വസിച്ചുകൊണ്ട് ഒരു കോപപാത്രമായിരുന്ന പൗലൂസ്. കോപപാത്രത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നത് കോപമാണ്. എവിടെ പോയാലും കോപം കൂടെ കാണും. ഈ ഒരു സാങ്കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇനിഷ്യൽ പറയുന്നില്ല, ഇനിഷ്യൽ ഓർമ്മയുണ്ട് പറയുന്നില്ല. ആ കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ചിലർ പോകുന്നിടത്തെല്ലാം നുണയുള്ളതെല്ലാം ആളുകൾ വന്ന് അവരോട് പറയും, വേറെ ചിലയിടത്തൊക്കെ ദൈവകൃപയുള്ള കാര്യം മാത്രമേ അവരോട് പറയത്തുള്ളൂ. അതെന്താ കാര്യം? അദ്ദേഹം പറഞ്ഞ ഇതാണ്, മുനിസിപ്പാലിറ്റിയുടെ ചവറ് വണ്ടി, രാവിലെ ഈ വേസ്റ്റ് എടുക്കുന്ന വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നാൽ ആരെങ്കിലും പാല് കൊണ്ട് അതിനകത്ത് ഒഴിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനകത്ത് അഴുക്കേ ഇടത്തുള്ളൂ. അത് കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ ആളാണ്. അതേ സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു ഗിഫ്റ്റുമായി ഒരാൾ വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറേ ചവറും വായിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുമെന്ന്? ചവറ് കൊണ്ടുവരുന്നവരുണ്ട്. എൻ്റെ വീട്ടിലാരും ചവറും വാരിക്കൊണ്ട് വരത്തില്ല. കാര്യം അവിടെ ഇത് ഫിറ്റ് ആകുകയില്ലെന്ന് അവർക്കറിയാം. എവിടെ എന്ത് ഫിറ്റാകും അതായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. ചവറിടേണ്ടിടത്ത് ചവറിടും. അപ്പോൾ എന്നോട് എല്ലാവരും വന്ന് ചവറാണല്ലോ പറയുന്നത് പറഞ്ഞാൽ, മോനെ ഞാനത് അർഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് നന്മ പറയേണ്ടവർ, നന്മ കൈകാര്യം ചെയ്യുന്നവർ അത് കേൾക്കും, തിന്മ കൈകാര്യം ചെയ്യുന്നവർ അത് കേൾക്കും. പത്രോസ്, അങ്ങയെ ഒരു മാനപാത്രമാക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നിന്നെ തിരിച്ചു പിടിച്ച് ഹീനപാത്രമാക്കുവാൻ പിശാച് ശ്രമിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ പല ബലഹീനതകൾ വന്നെങ്കിലും നീ എന്നോട് പറ്റി നിന്നതിനാൽ. യൂദ മഹാപുരോഹിതൻ്റെ അടുക്കൽ പാപം ഏറ്റുപറയാൻ പോയപ്പോൾ പത്രോസ്, നീ എൻ്റെ അടുക്കലാണ് പാപം ഏറ്റുപറയാൻ വന്നത്. ദാവീദിനെ ദൈവം വിടുവിക്കുവാൻ കാരണം എന്തോ ആണ്. നമ്മൾ ദാവീദിൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച തൊട്ടു. ദാവീദിനെ ദൈവം വിടുവിക്കുവാൻ കാരണം എന്താണ്? നാഥാൻ പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, 3 ഓപ്ഷനുകൾ നിൻ്റെ മുമ്പിലുണ്ട്, ശിക്ഷയുടെ 3 പടികൾ നിൻ്റെ കയ്യിലുണ്ട്, നിനക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ, അവൻ കൊന്നാൽ ഞാൻ ചത്തിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ. എനിക്ക് ലോകത്തിൻ്റെ വിടുതൽ വേണ്ട, എനിക്ക് മറ്റൊരു തിരഞ്ഞെടുപ്പില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ. ദാവീദ് നശിച്ചു പോകാതെ, തൻ്റെ മാന്യത പോയി എങ്കിലും നശിച്ചു പോകാതെ ഒരു ഭാഗമെങ്കിലും ഭാഗികമായെങ്കിലും അങ്ങയെ വളർത്തിയെടുക്കുവാൻ നിർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞല്ലോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മെ ഒന്ന് കൊടുക്കാം. പത്രോസ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പറഞ്ഞു, നിന്നെ കളയാൻ ഞാൻ തയ്യാറല്ല, നിന്നെക്കൊണ്ട് തന്നെ ഞാൻ സഭയുടെ ഉദ്ഘാടനം നടത്തിക്കും, നിന്നെ ഞാനൊരു മാനപാത്രമാക്കും. ഞാൻ പൗലൂസിനെ കുറിച്ച് അല്പം കൂടെ തൊട്ടോട്ടെ. ഉപദേശ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സഭയോട് സംസാരിക്കുന്ന വ്യക്തി പൗലൂസാണ്. തന്നെ കൊണ്ട് ദൈവം ഉപയോഗിക്കുകയും അങ്ങേയറ്റം തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തത് മറക്കരുത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തൃക്കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഞാനിവിടെ കൊണ്ട് നിർത്താൻ പോകുകയാണ്. എൻ്റെ സമയവും ഏറെക്കുറയായി. ഇന്ന് പകൽ കർത്താവേ, എന്നെ മാനപാത്രമാക്കുവാൻ അവിടുന്ന് താല്പര്യപ്പെടുന്നു. എന്നെ ഹീനപാത്രമാക്കുവാൻ എൻ്റെ മേലൊരു ഭയങ്കര പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹീനതയ്ക്കുള്ളത് ഒന്നും എടുക്കത്തില്ല. എന്നെ ഒരു മാനപാത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ തയ്യാറാകാം. കർത്താവ് നമ്മെ മാനപാത്രമാക്കട്ടെ. കുശവൻ്റെ കയ്യിലെ മണ്ണ്, കറങ്ങുന്ന ചക്രത്തിൻ്റെ മേലിരിക്കുന്ന മണ്ണയിലാണ് കുശവന് പണിയുള്ളത്. കറങ്ങുന്ന ചക്രത്തിൽ തുടരുവാൻ കർത്താവ് എനിക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നാളെ മുതൽ ബൈബിൾ ക്ലാസ് ഉണ്ടെന്നൊന്നുകൂടെ ഓർപ്പിക്കട്ടെ. 10:30 മണി മുതൽ 4:30 മണി വരെ എന്നിരിക്കട്ടെ. ചിലപ്പോൾ 4 നിന്നേക്കും, 4 അല്ലെങ്കിൽ 4:30, 4:30 കണക്ക് കൂട്ടിയേ വരാവൂ. വരുന്നവർ ദയവായി എല്ലാ ദിവസവും വരുവാൻ താല്പര്യപ്പെടുക. ദയവായി എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞത്. പേര് രജിസ്റ്റർ ചെയ്തവരാണ് വരുന്നത് എല്ലാ ദിവസവും. ഞാൻ എടുക്കുന്നതിൽ 75% നമ്മുടെ മേലുള്ള ആത്മീയ അധികാരം എന്ത് എന്ന് ഓർമ്മിപ്പിക്കേണ്ടതിന്. ഞാൻ ഈ പൊതുസ്ഥലത്ത് ഒന്നുകൂടെ പറയട്ടെ. എൻ്റെ ആഗ്രഹം, തീരവ്യാധികളുള്ളവരും എളുപ്പം പൊറുക്കാത്ത രോഗങ്ങളുള്ളവരുമായവരെ ആളുകളെ അതിൻ്റെ ഒടുവിലത്തെ ദിവസം വ്യാഴാഴ്ച കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടിയും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒടുവിലത്തെ ദിവസം അതെനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിക്കുന്നതെന്ന്. വി വിൽ സി എങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിക്കുന്നതെന്ന്. ഒരുപക്ഷെ ഭാവിയിൽ വരുവാനുള്ള ക്ലാസ്സുകളിൽ മേ ബി ഒരു ദിവസം നേരത്തെ അവരെ കൊണ്ടുവരികയും 2 ദിവസം അവർ നമ്മുടെ കൂടെ ഇരുന്ന് ആ ടീച്ചിങ്ങിൻ്റെ അകത്തേക്ക് ഇറങ്ങി മനസ്സിൻ്റെ അകത്ത് ആ വിശ്വാസം ഉറച്ച ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ എൻ്റെ വിശ്വാസം ഗൗരവമുള്ള കുറേ രോഗികൾ സൗഖ്യമാകും.
ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ശുശ്രൂഷയുടെ ഒരു അവസരമായിരിക്കും. എന്നാൽ രോഗികളായവർക്ക് ശുശ്രൂഷിക്കപ്പെടുവാനുള്ള ഒരവസരമായിരിക്കും. ഉള്ള അവസരങ്ങൾ യോഗ്യമായി ഉപയോഗിപ്പാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം.